Good morning students, welcome to a Dream Classroom. ഇന്ന് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ തേർഡ് ബ്ലോക്കിലെ 13th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. 13ാമത്തെ യൂണിറ്റ് 13. ചാപ്റ്റർ പേര് നോക്കൂ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. കമ്മ്യൂണിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ വിശകലനം ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നമ്മൾ ഡിസാസ്റ്ററിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഡിസാസ്റ്റർ എങ്ങനെ ഉണ്ടാവുക, ഏതൊക്കെ തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു കമ്മ്യൂണിറ്റി ബേസിൽ ഡിസാസ്റ്ററിനെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എടുക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കീ ആസ്പെക്റ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഥവാ CBDM എന്ന് പറയും. അതിൻ്റെ കീ ആസ്പെക്റ്റ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ. അതിൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ. അപ്പോൾ കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവ്ഡ് ആവുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം, എക്സാമിൻ ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ആസ് പെർ Cambridge Dictionary, a community is the people living in one particular area or people who are considered as a unit because of their common intersect social group or nationality. അതായത് എന്താണ് പറയുന്നത്, കുറച്ച് കാര്യങ്ങളെ ടീച്ചർ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. എന്താണ് പറയുന്നത്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ കീ ആസ്പെക്റ്റിനെ നമുക്ക് എങ്ങനെ തിരിക്കാം, കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇനി കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംഘടനകൾ. അതിലെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കേംബ്രിഡ്ജ് നിഘണ്ടു പ്രകാരം, ആസ് പെർ കേംബ്രിഡ്ജ് ഡിക്ഷണറി. കേംബ്രിഡ്ജ് ഡിക്ഷണറി പറഞ്ഞാൽ എന്താ? കേംബ്രിഡ്ജിലെ നിഘണ്ടു പ്രകാരം കമ്മ്യൂണിറ്റി ഈസ്, ഒരു സമൂഹം എന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ പൊതു താൽപ്പര്യങ്ങൾ, സാമൂഹിക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ദേശീയത തുടങ്ങിയ കാര്യങ്ങളെ കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയുക, കമ്മ്യൂണിറ്റി എന്ന് പറയുക. ഇപ്പോൾ കാഫെ പെർ കേംബ്രിഡ്ജ് ഡിക്ഷണറി, കമ്മ്യൂണിറ്റി ഈസ് ദ പീപ്പിൾ ലിവിങ് ഇൻ വൺ പാർട്ടിക്കുലർ ഏരിയ or people who are considered as a unit because of their common interest, social group or nationality. കേംബ്രിഡ്ജ് ഡിക്ഷണറി പ്രകാരം കമ്മ്യൂണിറ്റി എന്നത് ഒരു പാർട്ടിക്കുലർ ഏരിയ, ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അവരുടെ കോമൺ ഇൻട്രസ്റ്റ്, പൊതു താൽപ്പര്യങ്ങൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ദേശീയത എന്നിവയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് നിഘണ്ടു പ്രകാരം കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു പാർട്ടിക്കുലർ ഏരിയയിൽ, ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അവരുടെ കോമൺ ഇൻട്രസ്റ്റ്, സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നാഷണാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, കമ്മ്യൂണിറ്റി അഥവാ സമൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. They are the group of individual and household residing in a similar location. അതേപോലെ തന്നെ സാമൂഹിക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? They are the group of individual and household. ഒരു കൂട്ടം ഇൻഡിവിജ്വൽസും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡും ചേർന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കും ഏത്, ഈ ഗ്രൂപ്പ്, ഈ സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഹൗസ് ഹോൾഡ് റിസൈഡിങ് ഇൻ എ സിമിലർ ലൊക്കേഷൻ. ഒരേ ലൊക്കേഷനിലെ, ഒരു സിമിലർ ലൊക്കേഷനിൽ വരുന്ന ഇൻഡിവിജ്വൽസിനെയും ഹൗസ് ഹോൾഡിനെയും നമുക്ക് എന്ത് പറയാം, കമ്മ്യൂണിറ്റി എന്ന് പറയാം.
In the context of disaster risk reduction community is a set of people who are exposed on the same hazard. അതേപോലെ തന്നെ ദുരന്ത സാധ്യത കുറയ്ക്കലിൻ്റെ DRR എന്ന് പറയും. ദുരന്ത സാധ്യത കുറയ്ക്കലിൻ്റെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്ത സാധ്യത കുറയ്ക്കലിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹം എന്നത് ഒരേ അപകടത്തിന് വിധേയരായ ആളുകളുടെ ഒരു കൂട്ടമാണ്. ഒരേ അപകടത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് എന്ത്? സമൂഹം. അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? സമൂഹം എന്ന് പറയുമ്പോൾ ദുരന്ത സാധ്യത കുറയ്ക്കലിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹം എന്നത് ഒരേ അപകടത്തിന് വിധേയമായ ആളുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരേ അപകടത്തിന് വിധേയരായ ആളുകളുടെ കൂട്ടം എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Community can identify their own vulnerability and they also make best decision for their well-being. അതേപോലെ തന്നെ സമൂഹങ്ങൾക്ക് അവരുടെ സ്വന്തം അപകട സാധ്യത തിരിച്ചറിയാനും അവരുടെ ക്ഷേമത്തിനായി മികച്ച തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് ഈ അപകടത്തിൻ്റെ സാധ്യത തിരിച്ചറിയാനും അവരുടെ ക്ഷേമത്തിനായിട്ടുള്ള മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ് ദസ് കമ്മ്യൂണിറ്റി ഹാവ് മേജർ റോൾ ടു പ്ലേ ഇൻ ദ മാനേജിങ് ദ ഡിസാസ്റ്റർ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബിക്കം പെർട്ടിനൻറ്റ് ബിക്കോസ് ഓഫ് ദ ഫോളോവിങ് റീസൺ. അതായത് ഇവിടെ എന്താ പറയുന്നത്? അതിനാൽ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സമൂഹത്തിന് പ്രധാന പങ്കുണ്ട്. കൂടാതെ ദുരന്ത നിവാരണത്തിൽ അതിൻ്റെ പങ്ക് താഴെ പറയുന്ന കാരണങ്ങളാൽ പ്രസ്താവിക്കുന്നു. ഒരു ദുരന്തം കൈകാര്യം ചെയ്യുന്നതിന് കമ്മ്യൂണിറ്റിക്ക് വളരെയധികം പങ്കുണ്ട്. അപ്പോൾ എന്തൊക്കെ പങ്കാണ് ഈ ദുരന്ത നിവാരണത്തിൽ കമ്മ്യൂണിറ്റി വഹിക്കുന്നത് എന്ന് 3 പോയിന്റ്സ് എന്ന് പറയുന്നുണ്ട്. 3 പോയിന്റുകളിലായിട്ട് താഴെ പറയുന്നുണ്ട്. അപ്പോൾ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കമ്മ്യൂണിറ്റിക്ക് പങ്കുണ്ട്. അത് ഏതൊക്കെ പങ്കാണ് എന്നതിനെക്കുറിച്ച് താഴെ കുറച്ച് പോയിന്റുകളായിട്ട് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. The community comprising the people at the local level are the direct sufferers of a disaster. Irrespective of the fact that whether a disaster is severe or mild, when a disaster strikes, they are the main stakeholders and they have more to lose in the aftermath of a disaster. അപ്പോൾ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കമ്മ്യൂണിറ്റിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെ പങ്കാണ്? അവിടെ 3 പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദുരന്തം ഗുരുതരമോ നേരിയതോ ആകട്ടെ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ അടങ്ങുന്ന ഒരു സമൂഹമാണ് ദുരന്തത്തിൻ്റെ നേരിട്ടിട്ടുള്ള ഇരകൾ. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അവരാണ് പ്രധാന പങ്കാളികൾ. ഒരു ദുരന്തത്തിൻ്റെ അനന്തരഫലമായി അവർക്ക് കൂടുതൽ നഷ്ടമുണ്ടാകും. അപ്പോൾ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന നഷ്ടങ്ങളെ വിലയിരുത്തുന്നത് ആരാണ്? കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ ദുരന്തം സംഭവിക്കുമ്പോൾ ആ ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ അതിൽ ഉണ്ടായിരിക്കും, പങ്കാളികളാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അനന്തരഫലമായി അതിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകും. ആ നഷ്ടങ്ങളെ വിലയിരുത്തുന്നത് ആരാണ്? കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ദുരന്തം ഗുരുതരമോ നേരിയതോ ആകട്ടെ ദ കമ്മ്യൂണിറ്റി കംപ്രൈസിങ് ദ പീപ്പിൾ ദ ലോക്കൽ ലെവൽ ആർ ദ ഡിഫറൻറ്റ് സഫേഴ്സ് ഓഫ് എ ഡിസാസ്റ്റർ. അതായത് ഒരു ദുരന്തം എന്ന് പറയുന്നത് നേരിയതോ അതേപോലെ തന്നെ ഗുരുതരമോ ആകട്ടെ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ നടത്തുന്ന സമൂഹമാണ് ദുരന്തത്തിൻ്റെ നേരിട്ടിട്ടുള്ള ഇരകൾ. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അവരാണ് അതിലെ പ്രധാന പങ്കാളികൾ. ദുരന്തത്തിൻ്റെ അനന്തരഫലമായി അവർക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകും. ഈ നഷ്ടങ്ങളെയൊക്കെ വിലയിരുത്തുന്നത് ആരാണ്? കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത് നോക്കാം. Community members are the first set of people to become vulnerable.
സമൂഹത്തിലെ അംഗങ്ങളാണ് ആദ്യം ദുർബലരാകുന്ന ആളുകളുടെ ഒരു കൂട്ടം. ഇപ്പോൾ സമൂഹത്തിലുള്ള ആളുകളാണ് ഈ ദുർബലരാകുന്ന ആളുകളുടെ ഒരു കൂട്ടം. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആർ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ടു ബിക്കം വെൽനറബിൾ. സമൂഹത്തിലെ അംഗങ്ങളാണ് ദുർബലരാകുന്ന ആളുകളുടെ ഒരു കൂട്ടം. ആൻഡ് തേർഡ് പോയിന്റ് എന്താ പറയുന്നത് നോക്കാം. ദ കമ്മ്യൂണിറ്റി ഹാസ് എ ലോട്ട് ടു ലോസ് ഇഫ് ദേ ഡു നോട്ട് അഡ്രസ് ദിയർ ഓൺ വാലിനബിലിറ്റി. അറ്റ് ദ സെയിം ടൈം ദേ അഗെയിൻ ദ മോസ്റ്റ് ബൈ റെഡ്യൂസിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓൺ ദയർ കമ്മ്യൂണിറ്റി. സ്വന്തം ദുർബലതകൾ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ സമൂഹത്തിന് നഷ്ടപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതേസമയം ദുരന്തങ്ങൾ അവരുടെ സമൂഹത്തിൽ ചെലുത്തുന്ന ആഘാതം കുറയ്ക്കുന്നതിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത്. ദ കമ്മ്യൂണിറ്റി ഹാസ് എ ലോട്ട് ടു ലോസ് ഇഫ് ദേ ഡു നോട്ട് അഡ്രസ് ദിയർ ഓൺ വാലറബിലിറ്റി. അറ്റ് ദ സെയിം ടൈം ദേ ഗെയിൻ ദ മോസ്റ്റ് ബൈ റെഡ്യൂസിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓൺ ദയർ കമ്മ്യൂണിറ്റി. അതായത് സ്വന്തം ദുർബലതകളെ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ സമൂഹത്തിന് നഷ്ടപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതേസമയം ദുരന്തങ്ങൾ അവരുടെ സമൂഹത്തിൽ ചെലുത്തുന്ന ആഘാതം കുറയ്ക്കുന്നതിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുക. അപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതം കുറയുമ്പോഴാണ് അവിടെ നേട്ടമായിട്ട് വിലയിരുത്തുന്നത്. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കമ്മ്യൂണിറ്റി ഹാസ് എ ലോട്ട് ഓഫ് ലോസ് ഇഫ് ദേ ഡു നോട്ട് അഡ്രസ് ദിയർ ഓൺ vulnerability. At the same time, they gain the most of reducing the impact of disasters on their community. അപ്പോൾ ദുർബലതകൾ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ സമൂഹത്തിന് നഷ്ടപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരിക്കും. മാത്രമല്ല ദുരന്തങ്ങൾ അവരുടെ സമൂഹത്തിൽ ചെലുത്തുന്ന ആഘാതം കുറയ്ക്കുന്നതിലൂടെയാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക നേട്ടമുണ്ടാകുന്നത്. ഈ 3 പോയിന്റ്സ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എടുത്ത ടോപ്പിക്ക് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അതെന്താന്ന് പറഞ്ഞു, അതിൽ 3 പോയിന്റ്സ് ആണ് വരിക. അതെന്താന്ന് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് എന്താ? ഓർഗനൈസ്ഡ് ഇഫക്റ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് മോർ ബെനിഫിഷ്യൽ ബിക്കോസ് വാരിയസ് റീസൺ വിച്ച് ഇൻക്ലൂഡ്. അതായത് ഓർഗനൈസ്ഡ് എഫേർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് മോർ ബെനിഫിഷ്യൽ ബിക്കോസ് വാരിയസ് റീസൺ വിച്ച് ഇൻക്ലൂഡ്. അതായത് സമൂഹത്തിൻ്റെ സംഘടിത പരിശ്രമം വിവിധ കാരണങ്ങളാൽ കൂടുതൽ പ്രയോജനകരമാണ്. എന്തൊക്കെയാണ് അത് എന്ന്? സമൂഹത്തിന് സംഘടിത പരിശ്രമം വിവിധ കാരണങ്ങളാൽ കൂടുതൽ പ്രയോജനകരമാണ്. ആ സംഘടിത പരിശ്രമങ്ങൾ എന്തൊക്കെയെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയെന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സമൂഹത്തിലെ സംഘടിത പരിശ്രമം വിവിധ കാരണങ്ങളാൽ കൂടുതൽ പ്രയോജനകരമാണ്. എന്തൊക്കെയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന സംഘടിതമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പരിശ്രമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 7 പോയിന്റ്സ് ആണ് അവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്സ് എന്താ നോക്കാം. ഇമെൻസ് വോളണ്ടിയറിംഗ് കപ്പാസിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിൻ്റെ അപാരമായ സന്നദ്ധ സേവന ശേഷി. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം മനസ്സിലാക്കണം ആദ്യം. ഓർഗനൈസ്ഡ് എഫേർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് മോർ ബെനിഫിഷ്യൽ ബിക്കോസ് വാരിയസ് റീസൺ വിച്ച് ഇൻക്ലൂഡ്. അതായത് വിവിധ കാരണങ്ങളാൽ കൂടുതൽ സമൂഹത്തിൻ്റെ സംഘടിത പരിശ്രമം വിവിധ കാരണങ്ങളാൽ കൂടുതൽ പ്രയോജനകരമാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന്? എന്താണ്? ഇമെൻസ് വോളണ്ടിയറിംഗ് കപ്പാസിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിൻ്റെ അപാരമായ സന്നദ്ധശേഷി. കമ്മ്യൂണിറ്റി സമൂഹത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ്? ഒരു സമൂഹത്തിൻ്റെ അപാരമായിട്ടുള്ള സന്നദ്ധ സേവന ശേഷി. രണ്ടാമത്തെ പോയിന്റാണ് ഇന്നേറ്റ് എബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ലോക്കൽ നീഡ്സ്. പ്രാദേശിക ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമൂഹത്തിൻ്റെ സഹജമായ കഴിവ്. ഇന്നേറ്റ് എബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ലോക്കൽ നീഡ്സ്. പ്രാദേശിക ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സന്നദ്ധമായിട്ടുള്ള സമൂഹത്തിൻ്റെ സഹജമായ കഴിവ്. പ്രാദേശിക ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമൂഹത്തിൻ്റെ സഹജമായ കഴിവ്. ഇന്നേറ്റ് എബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ലോക്കൽ നീഡ്സ്. പ്രാദേശിക ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമൂഹത്തിൻ്റെ സഹജമായ കഴിവ്. തേർഡ് പോയിന്റാണ് ഇൻക്രീസ്ഡ് അവയർനെസ് ഓൺ ദ മോസ്റ്റ് വൾനറബിൾ സെക്ഷൻ ഓഫ് ദിയർ കമ്മ്യൂണിറ്റി.
സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക. ഇൻക്രീസ്ഡ് അവയർനെസ് ഓൺ ദ മോസ്റ്റ് വാൽനറബിൾ സെക്ഷൻ ഓഫ് ദിയർ കമ്മ്യൂണിറ്റി. സമൂഹത്തിൽ ഏറ്റവും ദുർബല വിഭാഗങ്ങളെക്കുറിച്ചിട്ടുണ്ടാകുന്ന അവബോധം വർദ്ധിപ്പിക്കുക. അതും കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ, അതും ഒരു കമ്മ്യൂണിറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ അത് പ്രയോജനപ്പെടുന്ന പറയുന്നത്. ഇൻക്രീസ്ഡ് അവയർനെസ് ഓൺ ദ മോസ്റ്റ് വാൽനറബിൾ സെക്ഷൻ ഓഫ് ദിയർ കമ്മ്യൂണിറ്റി. അതായത് സമൂഹത്തിലെ എല്ലാ ദുർബല വിഭാഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക. അടുത്ത പോയിന്റാണ് ബിൽറ്റ് ഇൻ ക്രെഡിറ്റബിലിറ്റി വിത്ത് ദ ലോക്കൽ മെമ്പേഴ്സ്. പ്രാദേശിക അംഗങ്ങളുമായുള്ള അന്തർനിർമ്മിത വിശ്വസ്തത. ബിൽറ്റ് ഇൻ ക്രെഡിബിലിറ്റി വിത്ത് ദ ലോക്കൽ മെമ്പേഴ്സ്. പ്രാദേശിക അംഗങ്ങളുമായിട്ടുള്ള അന്തർനിർമ്മിത വിശ്വസ്തത. നെക്സ്റ്റ് പോയിന്റാണ് ആക്സസ് ടു റിമോട്ട് സോഷ്യൽ ഗ്രൂപ്പ് ദ ജനറലി ഡു നോട്ട് ഹാവ് ഇൻ്ററാക്ഷൻ വിത്ത് ഗവൺമെൻറ് ഒഫീഷ്യൽ. പൊതുവെ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്ന വിദൂര സാമൂഹിക ഗ്രൂപ്പുകളിലേക്കുള്ള പ്രവേശനം. ആക്സസ് ടു റിമോട്ട് സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് ജനറലി ഡു നോട്ട് ഹാവ് ഇൻ്ററാക്ഷൻ വിത്ത് ഗവൺമെൻറ് ഒഫീഷ്യൽ. സർക്കാർ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്ന വിദൂര സാമൂഹിക ഗ്രൂപ്പുകളിലേക്കുള്ള പ്രവേശനം. അടുത്ത പോയിന്റാണ് പവർ ഓഫ് പെർസ്യൂഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ്. പ്രേരണയുടെയും സാമൂഹിക സ്വാധീനത്തിൻ്റെയും ശക്തി. പവർ ഓഫ് പെർസ്യൂഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ്. പ്രേരണയുടെയും സമൂഹ സ്വാധീനത്തിൻ്റെയും ശക്തിയും. ആൻഡ് ലാസ്റ്റ് പോയിന്റാണ് എബിലിറ്റി ടു മേക്ക് ഡിസിഷൻ ഔട്ട്സൈഡ് ദ ഗവൺമെൻറ് പ്രോസസ്. സർക്കാർ പ്രക്രിയകൾക്ക് പുറത്ത് തീരുമാനമെടുക്കാനുള്ള കഴിവ്. എബിലിറ്റി ടു മേക്ക് ഡിസിഷൻ ഔട്ട്സൈഡ് ദ ഗവൺമെൻറ് പ്രോസസ്. സർക്കാർ പ്രക്രിയകൾക്ക് പുറത്ത് തീരുമാനമെടുക്കാനുള്ള കഴിവ്. അപ്പോൾ ഏകദേശം 7 പോയിൻറ്റ്സാണ് ഏതിൽ പറയുന്നത്. അതായത് സമൂഹത്തിൻ്റെ സംഘടിത പരിശ്രമം വിവിധ കാരണങ്ങളാൽ കൂടുതൽ പ്രയോജനകരമാണ് എന്ന് പറയാനുള്ള കാരണം ഈ 7 പോയിൻറ്റ്സുകളാണ് കേട്ടോ. ഈ 7 പോയിൻറ്റ്സ് ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓരോ പോയിൻ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നു. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഡെഫിനിഷൻ ഓഫ് CBDM ആണ്. എന്താണ് CBDM എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡെഫിനിഷൻ ഓഫ് CBDM എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തതാണ് കുട്ടികളെ ഡെഫിനിഷൻ ഓഫ് CBDM. എന്താണ് CBDM എന്ന് നമുക്ക് നോക്കാം. CBDMൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് സെൻറ്റർ. ഏഷ്യൻ Disaster Preparedness Center 2004 define കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതായത് 2004 ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് രൂപം കൊടുത്തു. അതാണ് CBDM. ഇപ്പോൾ CBDM എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ആരുടെ നേതൃത്വത്തിലാണ് രൂപം കൊടുത്തത്? ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ 2004. അപ്പോൾ 2004 ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് രൂപം കൊടുത്തു. അതാണ് CBDM എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഈ CBDM എന്നതുകൊണ്ട് അതിൻ്റെ സമീപനം, അപ്രോച്ച് എന്താ നോക്കാം. ആസ് ആൻ അപ്രോച്ച് ദാറ്റ് seek to actively engage and risk community in the identification, analysis, implementation, monitoring and evacuation of disaster risk in order to reduce their vulnerability and enhance their capacity. അതായത് ദുരന്തം നിവാരണം ചെയ്യുന്നതിനും റിസ്ക് കുറയ്ക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യാണ്? റിസ്ക് ഒരു കമ്മ്യൂണിറ്റിയെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക തുടങ്ങിയാണ് ഈ ഒരു CBDMൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ CBDM പ്രധാനമായും CBDMൻ്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ദുരന്ത സാധ്യതകൾ തിരിച്ചറിയൽ, വിശകലനം ചെയ്യൽ, നടപ്പാക്കൽ, നിരീക്ഷണം, ഒഴിപ്പിക്കൽ എന്നിവയിൽ അപകട സാധ്യതയുള്ള സമൂഹങ്ങളെ സജീവമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് ഈ ഒരു CBDMനുള്ളത്. അപ്പോൾ എന്തൊക്കെ ദുരന്തങ്ങളാണ്
ഡിസാസ്റ്ററാണ്, ഏത് തരത്തിലുള്ള ഡിസാസ്റ്ററാണ് എന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യൽ, അനലൈസ് ചെയ്യൽ, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യൽ, അതിനെ ഒബ്സർവ് ചെയ്യൽ, അതേപോലെ തന്നെ ഒഴിപ്പിക്കൽ എന്നീ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഏതിലൂടെയാണ്? CBDM വഴിയാണ് കേട്ടോ. മാത്രമല്ല പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഇൻ ദ ഇന്ത്യ കണ്ടക്ട്സ് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA രൂപം കൊണ്ടത് എന്നാ 2014 ഇൻ ദ ഇന്ത്യ കണ്ടക്ട് ദ conduct the National Disaster Management Authority NDMA 2014 state where the community are the equipped and prepared in disaster clearly how much lesser impact especially in terms of the loss of lives. അതായത് പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഈ NDMA എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയായ NDMA 2004 രൂപം കൊണ്ടത്. സമൂഹങ്ങൾ തയ്യാറായിരിക്കുന്നതിനും ദുരന്തങ്ങൾക്ക് വളരെ കുറഞ്ഞ ആഘാതമേ ഉള്ളൂ, പ്രത്യേകിച്ച് ദുരന്തങ്ങളുടെ അവയുടെ ദുർബലത വിലയിരുത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇത് NDMA. അപ്പോൾ ദുരന്തത്തിനെ വിലയിരുത്തുന്നതിനും അതിന് മുൻകൂർ പ്രിപ്പേർഡ് ചെയ്യാറിനാൽ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനൊക്കെ വേണ്ടി നേതൃത്വം വഹിക്കുന്ന ഒരു ഏജൻസിയാണ് NDMA. അപ്പോൾ 2 ഏജൻസികൾ നമ്മൾ പറഞ്ഞു, CBDM ഉണ്ട്, NDMA ഉണ്ട്. CBDM പറഞ്ഞാൽ 2004 ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പേർഡ്നെസ് സെൻ്ററാണ് CDMAക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. CBDMൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക, അനലൈസ് ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക, അതിനെ ഒബ്സർവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് CBDM ചെയ്യാറുള്ളത്. അതേപോലെ മറ്റൊരു ഏജൻസിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അഥവാ NDMA. അത് 2014 രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് വേർ ദ കമ്മ്യൂണിറ്റി ആർ എക്വിപ്ഡ് ആൻഡ് പ്രിപ്പേർഡ് ഡിസാസ്റ്റർ ക്ലിയർലി ഹൗ മച്ച് ലേസർ ഇമ്പാക്റ്റ് എക്സ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ദ ലോസ് ഓഫ് ലീവ്സ് എന്നാണ് പറയണത്. അതായത് സമൂഹങ്ങൾ സജ്ജരായിരിക്കണം, ദുരന്തങ്ങൾ വളരെ കുറഞ്ഞ ആഘാതമേ ഉള്ളൂ, പ്രത്യേകിച്ച് ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യത്തിൽ. അതായത് സമൂഹം എങ്ങനെ ആയിരിക്കണം, എന്ത് ദുരന്തം ഉണ്ടാകുമ്പോഴും ആ ദുരന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെ തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണെങ്കിൽ ഒരു പരിധി വരെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാം എന്നാണ് ഏത് പറയുന്നത്? NDMA പറയുന്നത്. സമൂഹം ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് കാലാവസ്ഥാ നിരീക്ഷകർ നമുക്ക് ഓരോ അലേർട്ടുകളും പറയാറുണ്ട് അല്ലേ? അപ്പം തന്നെ നമ്മൾ അതിന് വേണ്ട മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും നടത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാം എന്നാണ് ഏത് പറയുന്നത്? NDMA പറയുന്നത്. നമ്മൾ ഒരു ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ ആ ദുരന്തത്തിന് മുൻകൂറായിട്ട് പല തയ്യാറെടുപ്പുകളും നടത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ ദുരന്തത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുമെന്നാണ് NDMA പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് CBDM എന്താ നോക്കാം. CBDM പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെയാണ് CBDM അറിയാം. ആ CBDMൻ്റെ തത്വങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രധാനമായും എത്ര തത്വങ്ങളാണ് അതിൽ പറയുന്നത്? 2, 3, 4, 5 തത്വങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് തത്വം എന്താണ്? CBDMൻ്റെ ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുന്നത്. സജീവ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സജീവ പങ്കാളിത്തം വളരെയധികം പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിറ്റിയിൽ. മാത്രമല്ല അത് ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിന്, ദുരന്ത സാധ്യത ഉൽപാദന പരിപാടികൾ, സമൂഹം കേന്ദ്രീകൃതമാകുമ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം, നടപ്പാക്കൽ, മാനേജ്മെൻറ്റ് എന്നിവയിൽ പ്രാദേശികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും.
അപ്പോൾ CBDMന്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. ആക്റ്റീവായിട്ട് പങ്കാളികളാവുക. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ആക്റ്റീവായിട്ട് ഒരുമിച്ച് ചേർന്ന് പങ്കാളിത്തത്തോട് ഒരുമിച്ച് ചേർന്ന് ആ ദുരന്തത്തെ ഫേസ് ചെയ്യുക, അതല്ലെങ്കിൽ ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഒരു പരിധി വരെ ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാമെന്നാണ് CBDMന്റെ ഒന്നാമത്തെ തത്വം. ഇപ്പോൾ CBDM എന്താ നിങ്ങൾക്ക് അറിയാം, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റാണ് CBDM. ആ CBDMന്റെ ഒന്നാമത്തെ തത്വം എന്താണ്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തുല്യരായിട്ടുള്ള പങ്കാളിത്തം, എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു ദുരന്തത്തെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റാണ് യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. അതായത് പ്രാദേശിക വിഭവങ്ങളുടെ ശേഷിയും ഉപയോഗവും. യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി. പ്രാദേശിക വിഭവങ്ങളുടെ ശേഷിയും ഉപയോഗവും. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, പ്രാദേശികമായി ലഭ്യമായതും പ്രാപ്യമായിട്ടുള്ള വിഭവങ്ങൾ, നെറ്റ്വർക്കുകൾ, പങ്കാളിത്തങ്ങൾ എന്നിവയിൽ നിന്നാണ് ഇടപെടലുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ദുരന്തത്തെ നേരിടുന്നതിനുള്ള ഒരു പ്രധാന തത്വമാണ് പ്രാദേശിക തലത്തിൽ ഈ വശങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നത്. പ്രാദേശികമായിട്ടുള്ള ഉപയോഗവും പ്രാദേശിക വിഭവങ്ങളുടെ ശേഷിയും ഉപയോഗവും. എന്തൊക്കെ നെറ്റ്വർക്കുകളും ഫോണ്, അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, മൊബൈല്, അങ്ങനെയൊക്കെയുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ദുരന്തത്തെ മറികടക്കുന്നതിനും ദുരന്ത നിവാരണത്തിനും സഹായിക്കുന്നതാണ് പറയുന്നത്. അതാണ് യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് ഓവൺ ചോയ്സ് ആൻഡ് ഡിസിഷൻ. സ്വന്തം തെരഞ്ഞെടുപ്പും തീരുമാനവും. ഓവൺ ചോയ്സ് ആൻഡ് ഡിസിഷൻ എന്താ അങ്ങനെ പറഞ്ഞാൽ? കമ്മ്യൂണിറ്റി ഷുഡ് കൺസിഡർ ദിയർ ചോയ്സ് ആൻഡ് ഡിസിഷൻ വൈൽ എൻഗേജിങ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ ഏർപ്പെടുമ്പോൾ സമൂഹം അവരുടെ തെരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും പരിഗണിക്കണം. ഓരോരുത്തരുടെയും തീരുമാനങ്ങൾ എന്താണ് എന്ന് പരിഗണിക്കണം എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓവൺ ചോയ്സ് ആൻഡ് ഡിസിഷൻ. അടുത്ത പോയിന്റാണ് കപ്പാസിറ്റേറ്റിംഗ് കമ്മ്യൂണിറ്റി. ശേഷി വർദ്ധിപ്പിക്കുന്ന സമൂഹം. കപ്പാസിറ്റേറ്റിംഗ് കമ്മ്യൂണിറ്റി. അപ്പോൾ CBDMന്റെ അടുത്ത പ്രിൻസിപ്പിളാണ് കപ്പാസിറ്റേറ്റിംഗ് കമ്മ്യൂണിറ്റി, ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സമൂഹം. DRR പ്രോഗ്രാം ഷുഡ് ബി കമ്മ്യൂണിറ്റി സ്പെസിഫിക് ആൻഡ് ഫോക്കസ് ഓൺ ഇൻക്രീസിങ് കപ്പാസിറ്റി ഓഫ് ദ ലോക്കൽ ലെവൽ പീപ്പിൾ. ഈ ഒരു പരിപാടി DRR പരിപാടി വഴി എന്തിനും സാധിക്കുന്ന പറയുന്നത്? അതായത് DRR പരിപാടി മുഖേന ഒരു പരിധി വരെ DRR പ്രോഗ്രാം സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിലുള്ള ആളുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റിംഗ് കമ്മ്യൂണിറ്റി പറഞ്ഞാൽ എന്താ? ആളുകൾക്ക് ആ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അത് ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നൽകുക എന്നതാണ് കപ്പാസിറ്റി കമ്മ്യൂണിറ്റി അറിയുന്നത്. അത് ഏത് പ്രോഗ്രാം വഴിയാണ്? DRR ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്രോഗ്രാം എന്നാണ് DRR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DRR പ്രോഗ്രാം വഴി ഒരു പരിധി വരെ ആളുകൾക്ക് ഈ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നൽകുക എന്നതാണ് കപ്പാസിറ്റിംഗ് കമ്മ്യൂണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റാണ് അറ്റൻഷൻ ടു വാൽനറബിൾ ഗ്രൂപ്പ്. ദുർബല വിഭാഗങ്ങൾക്ക് ശ്രദ്ധ. അറ്റൻഷൻ ടു വാൽനറബിൾ ഗ്രൂപ്പ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ദുർബല വിഭാഗങ്ങൾക്ക് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫോക്കസ് ഷുഡ് ബി ഗിവൺ ടു വൾനറബിൾ ഗ്രൂപ്പ് സോ ദാറ്റ് ദെയർ വെൽനെസ് ആൻഡ് നീഡ്സ് ആർ ടേക്കൺ കെയർ ഓഫ് ഇൻ ദ പെയർ ഡ്യൂറിങ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസസ്. അതായത് ദുരന്തത്തിനു മുമ്പും ദുരന്ത സമയത്തും ശേഷമുള്ള ഘട്ടങ്ങളിൽ അവരുടെ ക്ഷേമവും ആവശ്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് ദുർബല വിഭാഗങ്ങളിൽ മേൽ പ്രത്യേകം ശ്രദ്ധ വേണം. അതാണ് ദുർബല വിഭാഗങ്ങൾക്കുള്ള ശ്രദ്ധ എന്ന് പറയുന്നത്. അറ്റൻഷൻ ടു വൾനറബിൾ ഗ്രൂപ്പ്. അതായത് എന്ത് ദുരന്തം ഉണ്ടായാലും ദുർബലരായിട്ടുള്ള ആളുകളിൽ മേലെ ഒരു പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറ്റൻഷൻ ടു വൾനറബിൾ ഗ്രൂപ്പ്. അപ്പോൾ കുട്ടികളെ നമ്മൾ CBDM എന്താണെന്ന് മനസ്സിലായി. CBDMന്റെ തത്വമാണ്, 5 തത്വമാണുള്ളത്. ഇത് പോയിന്റ് മനസ്സിലാക്കിയാലും മതി. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി, ഓൺ ചോയ്സ് ആൻഡ് ഡിസിഷൻ,
കപ്പാസിറ്റേറ്റിംഗ് കമ്മ്യൂണിറ്റി, അറ്റൻഷൻ ഓഫ് വൾനറബിൾ ഗ്രൂപ്പ്സ്. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് CBDM അപ്രോച്ച്. എന്താണ് ട്രഡീഷണൽ അപ്രോച്ചും CBDM അപ്രോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. എന്തൊക്കെ? പ്രധാനമായും 7 വ്യത്യാസമാണുള്ളത്. അതായത് CBDM പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതാണ്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെയാണ് CBDM അറിയാം. അതേപോലെ തന്നെ ട്രഡീഷണൽ. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചും CBDM അപ്രോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ 2 കോളം വരയ്ക്കണം. ഒരു കോളത്തിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് എഴുതുക, മറ്റൊരു കോളത്തിൽ CBDM അപ്രോച്ച് എന്ന് എഴുതുക. ഒരു കോളത്തിൽ ഇങ്ങനെ 2 കോളം വരയ്ക്കണം. അതിലൊരു കോളത്തിൽ ട്രഡീഷണൽ എഴുതുക, മറ്റൊന്നിൽ CBDM എഴുതുക. അതിൽ ട്രഡീഷണലും 7 പോയിന്റാണ് വരുന്നത്. ട്രഡീഷണലിൽ എന്തൊക്കെ വരുന്നത് എന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെ CBDMലും എന്തൊക്കെ വരുന്നത് എന്ന് പറയാം. ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം ട്രഡീഷണൽ അപ്രോച്ച് എന്താ? ഇറ്റ്സ് എ വിക്ടിം ഓർ റിസീവർ ഓറിയന്റഡ് അപ്രോച്ച്. അതായത് ഇതൊരു എങ്ങനത്തെയാണ്? ഇറ്റ് ഈസ് എ വിക്ടിം ഓർ ഓറിയന്റഡ് റിസീവർ ഓറിയന്റഡ് അപ്രോച്ച് ആയിരിക്കും. മറ്റേ CBDM ആയിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ആയിരിക്കും. അതായത് CBDM എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്ററി, എല്ലാവരും പങ്കാളിതരായിട്ടുള്ള ഒരു സജീവ പങ്കാളിത്ത സമീപനമായിരിക്കും. എന്നാൽ ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ വിക്ടിം ഓർ റിസീവർ ഒരു വിക്ടിമോ അല്ലെങ്കിൽ റിസീവേഴ്സോ ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും ഏത്? ട്രഡീഷണൽ അപ്രോച്ച്. അടുത്ത 2ാമത്തെ പോയിന്റാണ് ട്രഡീഷണൽ അപ്രോച്ച്. പീപ്പിൾ ആർ കൺസിഡേർഡ് ആസ് ഹെൽപ്ലെസ് വിക്ടിം. ആളുകളെ നിസ്സഹായരായ ഇരകളായി കണക്കാക്കുന്നു. വിക്ടിം എന്ന് പറഞ്ഞാൽ ഇരകൾ. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൽ ആരായിരിക്കും? ഇരകളായിരിക്കും. CBDM അപ്രോച്ചിൽ ആരായിരിക്കും? പങ്കാളികളായിരിക്കും. പങ്കാളിത്താണ് ഏതിലുണ്ടാവുക? CBDM അപ്രോച്ചിൽ. ട്രഡീഷണൽ അപ്രോച്ചിൽ വിക്ടിംസ് ആയിരിക്കും ഉണ്ടാവുക. CBDM അപ്രോച്ചിൽ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ആയിരിക്കും, ഒരു പങ്കാളിത്ത സമീപനമായിരിക്കും. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ട്രഡീഷണൽ അപ്രോച്ചിൽ ഒരു വിക്ടിം സമീപനമായിരിക്കും. എന്നാൽ CBDM അപ്രോച്ചിൽ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ആയിരിക്കും, ഒരു പങ്കാളിത്ത സമീപനമായിരിക്കും. അതേപോലെ 2ാമത്തെ പോയിന്റിൽ പറയുന്നു ട്രഡീഷണൽ അപ്രോച്ച് പീപ്പിൾ ആർ കൺസിഡേർഡ് ആസ് ഹെൽപ്ലെസ് വിക്ടിം. ആളുകൾ നിസ്സഹായത ഇരകളായി കണക്കാക്കുന്നു. അവിടെ പീപ്പിൾ ആർ കൺസിഡേർഡ് ആസ് ഹെൽപ്ലെസ് വിക്ടിം, നിസ്സഹായരായിട്ടുള്ള ഇരകളായിട്ടാണ് ട്രഡീഷണൽ അപ്രോച്ച് കണക്കാക്കുന്നത്. എന്നാൽ CBDM അപ്രോച്ച് എങ്ങനെ? പീപ്പിൾ ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ റീബിൽഡിംഗ് ദെയർ ലീവ്സ് ആൻഡ് ലീവ്ലിഹുഡ്. അതായത് തങ്ങളുടെ ജീവിതവും ഉപജീവന മാർഗങ്ങളും പുനർനിർമ്മിക്കുന്നതിൽ ആളുകൾ സജീവ പങ്കാളികളാണ്. CBDM ആയിരിക്കുമ്പോൾ ആളുകൾ അവരുടെ ജീവിതവും ഉപജീവന മാർഗങ്ങളും പുനർനിർമ്മിക്കുന്നതിൽ ആളുകൾ അവിടെ എങ്ങനെയായിരിക്കും? സജീവ പങ്കാളികളായിരിക്കും. പീപ്പിൾ ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ റീബിൽഡിങ് പറഞ്ഞാൽ പുനർനിർമ്മാണത്തിനും, ലീവ്സ് ആൻഡ് ലീവ്ലിഹുഡ് ജീവിതവും അതേപോലെ തന്നെ പിന്നെന്താണ് പുനർനിർമ്മാണത്തിലും ജീവിതവും ഉപജീവന മാർഗത്തിലും പങ്കാളികളായിരിക്കും ഏതിൽ? CBDM ആയിരിക്കുമ്പോൾ ഉപജീവനത്തിലും ജീവിതത്തിലും പങ്കാളികളും ആയിരിക്കും, റീബിൽഡിങ്ങും ഉണ്ടായിരിക്കും. എന്നാൽ ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ എന്താണ്? അവിടെ നിസ്സഹായരായിട്ട് കാത്തു നിൽക്കുകയാണ് ചെയ്യുക. ട്രഡീഷണൽ അപ്രോച്ച് പറഞ്ഞാൽ പരമ്പരാഗതമായ സമീപനം ആകുമ്പോൾ എന്തെങ്കിലും ദുരന്തം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു രീതിയാവും ഉണ്ടാവുക. എന്നാൽ CBDM അപ്രോച്ച് പറഞ്ഞാൽ എന്താ? CBDM കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അപ്രോച്ചാണ്. അതുകൊണ്ട് അവിടെ റീബിൽഡിംഗ് ഉണ്ടായിരിക്കും. ആളുകൾ ജീവിതം അതേപോലെ തന്നെ ഉപജീവന മാർഗത്തിനൊക്കെ അവർ ഒന്നിച്ച് പങ്കാളികളായി നിൽക്കും ഏതിൽ? CBDMൽ. അതാണ് 2ാമത്തെ പോയിന്റ് പറയുന്നത്. 3ാമത്തെ പോയിന്റിൽ പറയുകയാണ് പീപ്പിൾ ആർ റെസിപ്പിയൻറ്റ് ആൻഡ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ എയ്ഡ്. പിന്നെന്താണ്? പീപ്പിൾ ആർ റെസിപ്പിയൻറ്റ് ആൻഡ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ എയ്ഡ്. അതായത് ആളുകൾ സ്വീകർത്താവും സഹായവും നേരിടുന്നു, പൂർണ്ണമായും ബാഹ്യത്തെ ആശ്രയിക്കും.
ടോട്ടലി ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, ബാഹ്യമായി. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൽ ആളുകൾ എപ്പോഴും ബാഹ്യമായ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ CBDM അപ്രോച്ചിൽ പീപ്പിൾ കപ്പാസിറ്റി ആർ ബിൽട്ട് ആൻഡ് ഡെവലപ്ഡ് ത്രൂ ദെയർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇറ്റ് മെയിൻറ്റെയിൻ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തിലൂടെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുകയും അതേപോലെ തന്നെ വികസിതമായ പരിപാടികളും സുസ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുന്നു. CBDM പ്രോഗ്രാം ആയിരിക്കുമ്പോൾ വികസന പരിപാടികളും എല്ലാ പങ്കാളിത്തത്തോടെ കൂടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളും സുസ്ഥിരമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ ഏതിലുണ്ടായിരിക്കും, CBDM അപ്രോച്ചിലുണ്ടായിരിക്കും. എന്നാൽ ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ ആശ്രയിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഏതിലുണ്ടാവില്ല, ട്രഡീഷണൽ അപ്രോച്ചിൽ ഉണ്ടാവില്ല. ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഇടപെടലിനെ ഡിപ്പെൻഡ് ചെയ്യും. CBDM അപ്രോച്ച് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസന പ്രോഗ്രാം ആയിരിക്കും ഏതിലുണ്ടായിരിക്കുക, CBDM അപ്രോച്ചിൽ ഉണ്ടായിരിക്കുക. അടുത്തത് 4ാമത്തെ പോയിന്റാണ് നീഡ് ആൻഡ് ഡാമേജ് അസസ്മെന്റ് ഡൺ ബൈ എക്സ്റ്റേണൽ പീപ്പിൾ ആൻഡ് എക്സ്പേർട്ട്. അതായത് ആളുകൾ വിദഗ്ധർ നടത്തിയ ആവശ്യം നാശനഷ്ട വിലയിരുത്തലും. അതായത് അവിടെ ഡാമേജിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ CBDMലോ നീഡഡ് ആൻഡ് ഡാമേജ് അസസ്മെന്റ് ഡൺ വിത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇറ്റ് പ്രൊവൈഡ് റിയലിസ്റ്റിക് പിക്ചർ ഓഫ് ദ അസസ്മെന്റ്. സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ആവശ്യങ്ങളും നാശനഷ്ടങ്ങളും വിലയിരുത്തലിൻ്റെ യഥാർത്ഥ ചിത്രം നൽകുന്നു. അപ്പോൾ ഒരു CBDM ആയിരിക്കുമ്പോൾ അവിടുത്തെ നാശനഷ്ടങ്ങളെ ഇങ്ങനെ പരിശോധിക്കും, ബാഹ്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രമേ പരിശോധിക്കുള്ളൂ. എന്നാൽ CBDM ആകുമ്പോൾ എന്താണ്, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സജീവമായ പങ്കാളിത്തത്തോടെ നാശനഷ്ടങ്ങളെ വിലയിരുത്തുകയും മാത്രമല്ല നാശനഷ്ടത്തിൻ്റെ വിലയിരുത്തലുകളുടെ ഒരു യഥാർത്ഥ ചിത്രം നൽകുകയും ചെയ്യുന്നു. അടുത്തത് 5ാമത്തെ പോയിന്റാണ് ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ ഇറ്റ് ഫോക്കസ് ഓൺ ടെക്നിക്കൽ സൊല്യൂഷൻ ആൻഡ് മെറ്റീരിയൽ എയ്ഡ്. ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ ടെക്നിക്കൽ സൊല്യൂഷൻ, അതായത് ഒരു സാങ്കേതിക പരിഹാരത്തിനും മെറ്റീരിയൽ സഹായത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇറ്റ് ഫോക്കസ് ഓൺ ടെക്നിക്കൽ സൊല്യൂഷൻ ആൻഡ് മെറ്റീരിയൽ എയ്ഡ്. ഒരു സാങ്കേതിക പരിഹാരത്തിനും മെറ്റീരിയൽ സഹായത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാലോ CBDM ആവുമ്പോഴോ ഇറ്റ് ഫോക്കസ് ഓൺ അസിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ടു അഡ്രസ് ദെയർ vulnerability so that the short term aid get replaced by long term development. ലോങ് ടേം ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ എന്താ, ഹ്രസ്വകാലം ലോങ് ടേം ഡെവലപ്മെൻറ്റ് ദീർഘകാലം വികസനത്തിലൂടെ മാറ്റി സ്ഥാപിക്കുന്നതിനായി സമൂഹങ്ങളുടെ ദുർബലതകൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് ഫോക്കസ് ഓൺ assisting community to address their vulnerability in the short term aid get replaced by long term development എന്ന് പറയുന്നത്. ഷോർട്ട് ടേമിൽ ഒരു ഹ്രസ്വകാലത്തിൽ നിന്നും ഒരു ദീർഘകാലത്തേക്കുള്ള വികസന പദ്ധതികളാണ് ഏതിൽ അസസ്മെന്റ് ചെയ്യുന്നത്, CBDM അപ്രോച്ചിൽ എങ്ങനെയാണ് പ്രോഗ്രാമുകൾ ഈ ഡിസാസ്റ്ററിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ട പ്രോഗ്രാമുകൾ അസസ്മെന്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് ഒരു ഷോർട്ട് ടേമിൽ നിന്നും ദീർഘകാലത്തേക്കുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളായിരിക്കും ഏതിലുണ്ടാവുക, CBDM അപ്രോച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്തത് 6ാമത്തെ പോയിന്റാണ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്. ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ ഇൻഡിവിജ്വൽസ് വ്യക്തികളുടെയും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡിനെയും മാത്രം കേന്ദ്രീകരിക്കും. എന്നാൽ CBDM അപ്രോച്ച് ആയിരിക്കുമ്പോൾ ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ് കമ്മ്യൂണിറ്റി ആൻഡ് ദെയർ സ്ട്രക്ചർ ഇറ്റ് എൻഹാൻസ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ DRR മെഷർ ആൻഡ് ആൾസോ ഇൻ്റഗ്രേറ്റ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് റിസോഴ്സ്. അതായത് സമൂഹത്തെയും അതിൻ്റെ ഘടനയെയും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മാത്രമല്ല സമൂഹത്തെയും അതിൻ്റെ ഘടനയെയും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും DRR നടപടികളിലൂടെ സുസ്ഥിരത വർദ്ധിപ്പിക്കുകയും സമൂഹത്തെയും അതിൻ്റെ വിഭവങ്ങളെയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ CBDM ആയിരിക്കുമ്പോൾ
6ാമത്തെ പോയിന്റിൽ CBDM ആയിരിക്കുമ്പോൾ സമൂഹത്തെയും അതിൻ്റെ ഘടനയെയും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മാത്രമല്ല DRR നടപടികളുടെ സുസ്ഥിരത വർദ്ധിപ്പിക്കുകയും സമൂഹം അതിൻ്റെ വിഭവങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ട്രഡീഷണൽ അപ്രോച്ചിലെ 7ാമത്തെ പോയിന്റാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റിലീഫ് പ്രൊവൈഡഡ് ടു ദ കമ്മ്യൂണിറ്റി. ദുരന്ത നിവാരണത്തെ ഒരു സമൂഹത്തിന് നൽകുന്ന ആശ്വാസമായി കണക്കാക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സമൂഹത്തിന് നൽകുന്ന ഒരു ആശ്വാസമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കണക്കാക്കുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് ആയിരിക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ എങ്ങനെ കണക്കാക്കുന്നത്? ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു ആശ്വാസമായിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ട്രഡീഷണൽ അപ്രോച്ചിൽ കണക്കാക്കുന്നത്. ലാസ്റ്റ് പോയിന്റാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റിലീഫ് പ്രൊവൈഡഡ് ടു ദ കമ്മ്യൂണിറ്റി. ദുരന്ത നിവാരണത്തെ സമൂഹത്തിന് നൽകുന്ന ഒരു റിലീഫായിട്ട് ഒരു ആശ്വാസമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ CBDM അപ്രോച്ച് ആയിരിക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് സെൻസിറ്റൈസേഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് മെയിൻ സ്ട്രീമിംഗ് DRR ഇൻടു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്. സമൂഹ അവബോധവും സംവേദനക്ഷമതയും സമൂഹ പങ്കാളിത്തവും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വികസന സംരംഭങ്ങളിലേക്ക് DRR മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ DRRൻ്റെ പ്രവർത്തനം ഏതിലുണ്ടാവും? CBDM അപ്രോച്ചിൽ DRRൻ്റെ പ്രവർത്തന ഫലമായി സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വികസനം, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഏത് ഫോക്കസ് ചെയ്യുന്നത്? CBDM ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ CBDM അപ്രോച്ച് ഒരുപാട് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകുമ്പോഴോ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാകുമ്പോഴോ ഡിസ്കഷൻ നടത്താം. അപ്പോൾ അവ രണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞത്. എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പേഴ്സണലായിട്ടോ അതല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലോ വരുമ്പോൾ ചോദിക്കുക. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ 13th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് എന്നാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് അഥവാ CBDRA എന്ന് പറയും. C എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി, B ബേസ്ഡ്, D ഡിസാസ്റ്റർ, R റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ അഥവാ സമൂഹാധിഷ്ഠിത ദുരന്ത സാധ്യത വിലയിരുത്തൽ എന്ന് പറയും. അതായത് കമ്മ്യൂണിറ്റി ദുരന്ത സാധ്യത വിലയിരുത്തലാണ് ഏത്? CBDRA. ഇനി CBDRAയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ടീച്ചർ അതിൽ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആ ഒരു പാരഗ്രാഫ് ഞാൻ മുഴുവനായിട്ടും പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലോ ടെക്സ്റ്റ് ബുക്കോ ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ അത് ബോർഡിൽ എഴുതാത്ത കാര്യങ്ങളും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതെന്താണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയലും അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ബുക്കോ എന്തെങ്കിലും ഒരു ഇത് നിങ്ങളെ കയ്യിൽ ഉപാധി നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. കാരണം ഒക്കെ നമുക്ക് എഴുതി പറയൽ കഴിയില്ല. കാരണം നമുക്ക് പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് ബുക്കിൽ നോക്കി പറയലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ പറയണത് നിങ്ങൾ കയ്യിൽ നിങ്ങളുടെ ടെക്സ്റ്റോ അഥവാ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലോ വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ് കേൾക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് എന്ന് നോക്കാം. CBDRA എന്ന അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് അതിനെ പറയുന്ന പേരാണ്. അവിടെ ശ്രദ്ധിച്ചോളൂ. അതായത് community based disaster risk assessment is a systematic way to identify and access the hazard. അതായത് CBDRA is a systematic way to identify and access hazard, vulnerability and capacity at the local level.
ഹസാർഡ്, വാൽനറബിലിറ്റി ആൻഡ് കപ്പാസിറ്റി അറ്റ് ദ ലോക്കൽ ലെവൽ. അതായത് ഈ ഒരു CBDRA എന്നത് അഥവാ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് എന്നത് പ്രാദേശിക തലത്തിൽ അപകട സാധ്യത, ദുർബലത, ശേഷി എന്നിവ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള ഒരു വ്യവസ്ഥാപിതമായ മാർഗമാണ്. ഒരു പ്രാദേശികമായ തലത്തിൽ, ലോക്കൽ ലെവലിൽ, ഒരു പ്രാദേശിക തലത്തിൽ എന്തിനൊക്കെ കുറിച്ച്, അപകട സാധ്യതയെക്കുറിച്ചും അതേപോലെ തന്നെ ദുർബലതയെക്കുറിച്ചും അസാഡ് കാരണം എന്താണ്, അപകട സാധ്യത. വാലിനറബിലിറ്റി പറഞ്ഞാൽ എന്താണ്, ദുർബലത. അപ്പോൾ അപകട സാധ്യതയെക്കുറിച്ചും ദുർബലതയെക്കുറിച്ചും പിന്നെ അതിൻ്റെ ശേഷി, കപ്പാസിറ്റി എന്നതിനെക്കുറിച്ചും വിലയിരുത്തുന്നതിനുള്ള ഒരു വ്യവസ്ഥാപിതമായ മാർഗമാണ് ഏത്, ഈ CBDRA. ഇപ്പോൾ CBDRA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രാദേശിക തലത്തിലെ അപകട സാധ്യത, ദുർബലത, കപ്പാസിറ്റി എന്നിവയെ തിരിച്ചറിയുന്നതിനും അവയെ വിലയിരുത്തുന്നതിനും വേണ്ടി ഉള്ള ഒരു വ്യവസ്ഥാപിത മാർഗത്തെയാണ് CBDRA അഥവാ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്, according to ADPC, community risk assessment is a participatory process of determining the nature, scope and magnitude of negative effect which can be anticipated during a specified period and be reduced by employing local capacity. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ADPC അനുസരിച്ച് കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് എന്നത് നെഗറ്റീവ് ഇഫക്റ്റുകളുടെ സ്വഭാവം, വ്യാപ്തി എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പങ്കാളിത്ത പ്രക്രിയയാണ്. ഇതൊരു നിശ്ചിത കാലയളവിൽ മുൻകൂട്ടി കാണാനും പ്രാദേശിക ശേഷികൾ ഉപയോഗിച്ച് കുറയ്ക്കാനും കഴിയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ എന്താ പറയുന്നത്, അക്കോർഡിംഗ് ടു ADPC, കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് ഈസ് എ പാർട്ടിസിപ്പേറ്ററി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ഇഫക്റ്റ് which can be anticipated during a specified period and reduced by employing local capacity. അപ്പോൾ ഇവിടെ പറയുന്നു ADPC അനുസരിച്ച് കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് എന്നത്, ADPC അനുസരിച്ച് ഒരു കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് എന്നത് എന്താണ്, നെഗറ്റീവ് ഇഫക്റ്റ് പറഞ്ഞാൽ എന്താ, ഹസാർഡ് അല്ലേ, അപകടങ്ങൾ മൂലമുള്ള കാര്യങ്ങളെയാണ് എന്ത് പറയുക, നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ അപകടങ്ങൾ മൂലമുള്ള നെഗറ്റീവ് ഇഫക്റ്റുകളുടെ സ്വഭാവം, വ്യാപ്തി എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പങ്കാളിത്ത അഥവാ പാർട്ടിസിപ്പേഷൻ പ്രോസസ് എന്ന് പറയും, ഒരു പങ്കാളിത്ത പ്രക്രിയയാണ് ഇത്. അപ്പോൾ അപകടങ്ങളുടെ സ്വഭാവവും വ്യാപ്തിയും നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പങ്കാളിത്ത പ്രോസസ് അഥവാ ഒരു പങ്കാളിത്ത പ്രക്രിയയാണിത്. മാത്രമല്ല ഒരു നിശ്ചിത കാലയളവിൽ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരിയഡ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിശ്ചിത കാലയളവിൽ മുൻകൂട്ടി കാണാനും പ്രാദേശിക ശേഷികൾ ഉപയോഗിച്ച് കുറയ്ക്കാനും കഴിയും. ആൻഡ് ദെൻ പിന്നെന്താണ് പറയുന്നത്, The nature of a disaster is unique and distinct and each disaster make different impact on the society. പിന്നെ ഒരു ദുരന്തത്തിൻ്റെ സ്വഭാവവും സവിശേഷതയും വ്യത്യസ്തമാണ്. ഓരോ ദുരന്തവും സമൂഹത്തിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുന്നു. The nature of a disaster is unique, distinct. Each disaster make different impact on the society. ഓരോ ദുരന്തവും സമൂഹത്തിൽ വ്യത്യസ്തമായ സ്വാധീനമാണ് ചെലുത്തുന്നത്. ഓരോ ദുരന്തവും സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വാധീനമായിരിക്കും ചെലുത്തുക. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. For example, earthquake damage lives, house and critical infrastructure, whereas cyclone affect houses, livelihood and other related matters.
Hence, assessment of the hazard, risk, vulnerability and capacity of the village with the help of a community will increase the coping capacity of the local people and also augment the local resource. അതായത് അപ്പം നമ്മൾ പറഞ്ഞു, എന്താ നമ്മൾ പറഞ്ഞത്, ദുരന്തത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത രീതിയാണ് അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ ദുരന്തത്തിൻ്റെ ഓരോ ദുരന്തവും സമൂഹത്തിൽ വ്യത്യസ്തമായ സ്വഭാവമാണ്, വ്യത്യസ്തമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണം പറയുകയാണ്. ഭൂകമ്പങ്ങൾ ജീവിതങ്ങളെയും വീടുകളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും നശിപ്പിക്കുന്നു. അപ്പോൾ ഭൂകമ്പങ്ങൾ ജീവിതങ്ങളെയും വീടുകളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അതേസമയം ചുഴലിക്കാറ്റ് വീടുകളെയും ഉപജീവന മാർഗത്തെയും മറ്റനുബന്ധ കാര്യങ്ങളെയും ബാധിക്കുന്നു. അതിനാൽ സമൂഹത്തിൻ്റെ സഹായത്തോടെ ഗ്രാമത്തിൽ അപകട സാധ്യത, ദുർബലത എന്നിവയുടെ വിലയിരുത്തൽ പ്രാദേശിക ജനങ്ങളുടെ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും പ്രാദേശിക വിഭവങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദുരന്തങ്ങൾ, ഇപ്പോൾ സൈക്ലോൺ ആണെങ്കിലും ഫ്ലഡ് ആണെങ്കിലും ആളുകൾക്ക് അത് വളരെയധികം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ജീവനോപാധിയും വീടും ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്ത അനുഭവങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് അവരിൽ എന്തൊരു സ്വഭാവം ഉണ്ടാവുന്ന പറയുന്നത്, ദുരന്തങ്ങളുടെ ആ ശേഷി വിലയിരുത്തിയതിനാൽ പ്രാദേശിക ജനങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക വിഭവങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ പറയാണ് എർത്ത് കേക്ക് ഉണ്ടായാലും അതേപോലെ തന്നെ പിന്നെന്താണ്, എർത്ത് കേക്ക് ആണെങ്കിലും സൈക്ലോൺ ആണെങ്കിലും അതൊക്കെ നമ്മളുടെ ജീവനും സ്വത്തും നശിക്കാൻ കാരണമാകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബോധേഡാവുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്തെല്ലാം നടപടികൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കണം എന്നൊരു ബോധം ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത്, CBDRAയിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. അപ്പോൾ CBDRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പരിധി വരെ അപകടങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നതിനും അപകടങ്ങളെ വിലയിരുത്തുന്നതിനും വേണ്ടി പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് CBDRA. മാത്രമല്ല ഏത് തരത്തിലുള്ള ദുരന്തം ഉണ്ടായാലും ആ ദുരന്തത്തെ എങ്ങനെയൊക്കെ ഫേസ് ചെയ്യണമെന്ന് ആളുകളെ മനസ്സിലാക്കി കൊടുക്കാനും കൂടിയും ഈ ഒരു CBDRAയിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ള ടോപ്പിക്കാണ് ഹസാർഡ് അസസ്മെന്റ്. എന്താണ് ഹസാർഡ് അസസ്മെന്റ് പറഞ്ഞാൽ? അപകട വിലയിരുത്തൽ. അപകടങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? അതായത് ഹസാർഡ് അസസ്മെന്റ് മേക്ക് ആൻ എവല്യൂഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ദ ഹസാർഡ് അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ. അപകട വിലയിരുത്തൽ കമ്മ്യൂണിറ്റി തലത്തിൽ അപകടത്തിൻ്റെ സ്വഭാവം വിലയിരുത്തുന്നു. ഇപ്പം അപകട വിലയിരുത്തൽ ഒരു കമ്മ്യൂണിറ്റി തലത്തിൽ അപകടത്തിൻ്റെ സ്വഭാവത്തെ വിലയിരുത്തുന്നു. ഹസാർഡ് അസസ്മെന്റ് മേക്ക് ആൻ എവല്യൂഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ദ ഹസാർഡ് അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ. അപകട വിലയിരുത്തൽ കമ്മ്യൂണിറ്റി തലത്തിൽ അപകടത്തിൻ്റെ സ്വഭാവം വിലയിരുത്തുന്നു. മാത്രമല്ല ഗ്രാമങ്ങളിലെ സാധ്യതയുള്ള അപകട സാധ്യതകളും അപകടങ്ങളും തിരിച്ചറിയുന്നതിനും സമൂഹത്തിന് പ്രതിരോധ ശേഷി നൽകുന്നതിനുള്ള ഉചിതമായ നടപടികൾ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് വിശകലനം നടത്തുന്നു. പൊതുവെ ഇത്തരത്തിലുള്ള വിലയിരുത്തൽ താഴെ പറയുന്ന ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഹസാർഡ് അസസ്മെന്റ് പറഞ്ഞാൽ എന്താ? അപകടത്തെ വിലയിരുത്തുക. എത്രത്തോളം അപകടം ഉണ്ടായിട്ടുണ്ട്, അത് എത്രത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ട്, ആളുകളെ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുക? അപകട വിലയിരുത്തൽ. ഒരു കമ്മ്യൂണിറ്റിയിൽ ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ തീവ്രത എത്ര ഉണ്ട് എന്നൊക്കെ വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുക? ഹസാർഡ് അസസ്മെന്റ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ അസസ്മെന്റിൽ അപകട വിലയിരുത്തലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഏകദേശം 4 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഹസാർഡ് പ്രസന്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ? എന്താണ് അപകട വിലയിരുത്തലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പ്രദേശത്ത് നിലവിലുള്ള അപകടങ്ങളുടെ സ്വഭാവവും തീവ്രതയും എന്താണ്?
അപ്പോൾ അപകടത്തെ വിലയിരുത്തുമ്പോൾ 4 ക്വസ്റ്റ്യനാണ് അതിൽ പറയുന്നത്. അപകടത്തെ അസസ്മെന്റ് ചെയ്യുമ്പോൾ 4 ക്വസ്റ്റ്യനിലൂടെയാണ് അപകടത്തെ വിലയിരുത്തുന്നത്. ഒന്നെന്താണ്? ഒരു പ്രത്യേക പ്രദേശത്തെ നിലവിലുള്ള അപകടങ്ങളുടെ സ്വഭാവവും തീവ്രതയും എന്താണ്? 2, വാട്ട് ആർ ദ എലമെന്റ്സ് അറ്റ് റിസ്ക്? അപകട സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ എലമെന്റ്സ് അറ്റ് റിസ്ക്? അപകട സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? 3rd ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ദ പോസിബിൾ എക്സ്റ്റെന്റ് ഓഫ് ലോസ് കേസ്ഡ് ബൈ ദി ഫസാഡ്? ഈ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കും? ആൻഡ് 4th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദി ഫസാഡ് ആൻഡ് ഹൗ ക്യാൻ ദേ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ പോസ് കോമ്പൗണ്ട് ത്രെറ്റ്? ഈ അപകടങ്ങളുടെ ദൈർഘ്യം എന്താണ്? അവ എങ്ങനെ പരസ്പരം ഇടപഴകി സംയുക്ത ഭീഷണി ഉയർത്തും? അങ്ങനെയുള്ള അപകടങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി 4 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ ടീച്ചർ പറഞ്ഞു. ഒരു പ്രത്യേക പ്രദേശത്ത് നിലവിലുള്ള അപകടങ്ങളുടെ സ്വഭാവവും തീവ്രതയും എന്താണ്? രണ്ടാമത് എന്താ ചോദിക്കുന്നത്? അപകട സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാമത് എന്താ ചോദിക്കുന്നത്? ഈ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കും? നാലാമത് എന്താ ചോദിക്കുന്നത്? അപകടങ്ങളുടെ ദൈർഘ്യം എന്താണ്? അവ എങ്ങനെ പരസ്പരം ഇടപഴകി ഭീഷണി ഉയർത്തുന്നു? ഇതിനെയാണ് ഹസാർഡ് അസസ്മെന്റ് എന്ന് പറയുക. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് വൾനറബിലിറ്റി അസസ്മെന്റ്, ദുർബലത വിലയിരുത്തൽ. എന്താണ് ദുർബലത വിലയിരുത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകളും എത്രത്തോളം ദുർബലരായിട്ടുണ്ട്, അവരുടെ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? വൾനറബിലിറ്റി അഥവാ ദുർബലത അസസ്മെന്റ് എന്ന് പറയുക, ദുർബലത വിലയിരുത്തൽ എന്ന് പറയുക. മോസ്റ്റ് ഓഫ് ദ അസാർട്ട് ടേൺ distress because of the vulnerability of the community and the unpreparedness of the community. സമൂഹത്തിൻ്റെ ദുർബലതയും സമൂഹത്തിൻ്റെ തയ്യാറെടുപ്പില്ലായ്മയും മൂലമാണ് മിക്ക അപകടങ്ങളും വിനാശകരമായി മാറുന്നത്. അപ്പോൾ വൾനറബിലിറ്റി അസസ്മെന്റിൽ എന്താ പറയണത്? സമൂഹത്തിൻ്റെ ദുർബലതയും സമൂഹത്തിൻ്റെ തയ്യാറെടുപ്പുമില്ലായ്മ മൂലമാണ് മിക്ക അപകടങ്ങളും എന്തായി മാറുന്നത്? വിനാശകരമായി മാറുന്നത്. നമ്മൾ ദുരന്തം ഉണ്ടായിട്ടല്ല തയ്യാറെടുക്കേണ്ടത്. ദുരന്തം ഉണ്ടാവണേൻ്റെ മുൻകൂറായിട്ട് നമ്മളൊരു പ്രിപ്പയർനെസ് വേണം. അതിൻ്റെ അപാകതയാണ് എന്തിന് കാരണമാകുന്നത്? അപകടങ്ങൾ വിനാശകരമായി മാറാൻ കാരണമാകുന്നത്. സമൂഹത്തിൻ്റെ ദുർബലതയും സമൂഹത്തിൻ്റെ തയ്യാറെടുപ്പുമില്ലായ്മയും മൂലമാണ് മിക്ക അപകടങ്ങളും വിനാശകരമായി മാറുന്നത്. Vulnerability assessment measures the extent to which people or infrastructures is likely to get affected from hazard. അതേപോലെ തന്നെ അപകട സാധ്യത വിലയിരുത്തൽ അപകടങ്ങളിൽ നിന്ന് ആളുകൾ എത്രത്തോളം ബാധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നളക്കുന്നു. അപ്പോൾ അപകട സാധ്യത വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അളക്കുന്നത്? Vulnerability assessment measures the extent to which people or infrastructure is likely to get affected from hazard. അതായത് അപകട സാധ്യത വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അപകടത്തിൽ നിന്ന് ആളുകൾ എത്രത്തോളം ബാധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അളക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദുർബലത വിലയിരുത്തൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അപകട വിശകലന വ്യായാമങ്ങളിൽ തിരിച്ചറിഞ്ഞ് പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയമാകുന്ന വിവിധ മേഖലകളുടെ ദുർബലതയുടെ വിശകലനമാണിത്. അപ്പോൾ അതേപോലെ തന്നെ the analysis of the vulnerability of various sectors that are exposed to the natural hazard identified in the hazard analysis exercise. അപ്പോൾ എപ്പോഴും vulnerability assessment പറഞ്ഞാൽ അപകടത്തെ വിശകലനം ചെയ്യുക. അപകടത്തെ വിശകലനം ചെയ്യുന്നതിലൂടെയാണ് ഏതിനെ അസസ്മെന്റ് ചെയ്യുക? vulnerability assessment എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ എന്താണ് അവിടെ വിശകലനം ചെയ്യുന്നത്? സോഷ്യൽ, ലീവ്ലിഹുഡ്, എക്കണോമിക്, ഫിസിക്കൽ അസറ്റ്, അഗ്രികൾച്ചർ, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സാമൂഹികം, ഉപജീവന മാർഗം, സാമ്പത്തികം, ഭൗതിക ആസ്തികൾ,
കൃഷി, രാഷ്ട്രീയം, ഭരണം എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന ആ അപകട സാധ്യതയെ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാല്യനറബിലിറ്റി അസസ്മെന്റ്. ഇപ്പോൾ വാല്യനറബിലിറ്റി അസസ്മെന്റിൽ എന്തിൻ്റെയൊക്കെ വാല്യനറബിലിറ്റി അവിടെ അസസ്മെന്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്? സാമൂഹികമായിട്ടും ലിവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപജീവന മാർഗമായിട്ടും, പിന്നെ എക്കണോമിക് സാമ്പത്തികമായിട്ടും, ഫിസിക്കലായിട്ടും, ഭൗതികമായിട്ടും, അഗ്രികൾച്ചർ കാർഷികമായിട്ടും, രാഷ്ട്രീയപരമായിട്ടും, ഭരണപരമായിട്ടും ഒക്കെ ഉള്ളൊരു വിലയിരുത്തൽ നടത്തുന്നതിനെയാണ് വാൽനറബിലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത്, ദുർബലത വിലയിരുത്തൽ. അപ്പോൾ ദുർബലത വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടും, ലീവ്ലിഹുഡായിട്ടും, എക്കണോമിക്കലായിട്ടും, ഫിസിക്കലായിട്ടും, അഗ്രികൾച്ചറായിട്ടും, പൊളിറ്റിക്കലായിട്ടും, അഡ്മിനിസ്ട്രേഷനായിട്ടുള്ള ഒരു വിശകലനം നടത്തുക അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, വാൽനറബിലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അടുത്ത ടോപ്പിക്ക് അവിടെ ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. ദ ഡാറ്റ ഓൺ ദ ഫോളോവിങ് എലമെന്റ്സ് ആർ റിക്വയർഡ് ഡ്യൂറിങ് ദ വാൽനറബിലിറ്റി അസസ്മെന്റ്. അതായത് അപകട സാധ്യത മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ സാധ്യത അഥവാ ദുർബലത വിലയിരുത്തൽ തുടങ്ങിയ ഘടകങ്ങളുടെ ഡാറ്റ ആവശ്യമാണ്. ദ ഡാറ്റ ഓൺ ദ ഫോളോവിങ് എലമെന്റ്സ് ആർ റിക്വയർഡ് ഡ്യൂറിങ് ദ വാൽനറബിലിറ്റി അസസ്മെന്റ്. എന്താണ് അവിടെ? അപകട സാധ്യത മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ സാധ്യത അഥവാ ദുർബലത വിലയിരുത്തൽ ഈ പറയുന്ന ഘടകങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള ദുർബലത വിലയിരുത്തുമ്പോൾ ഏതൊക്കെ ഡാറ്റയാണ് ആവശ്യമായി വരുന്നത്, ഏതൊക്കെ ഡാറ്റകളിലൂടെയാണ് ദുർബലത വിലയിരുത്തുക? ദുർബലത അതായത് വാൽനറബിലിറ്റി അസസ്മെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡാറ്റയാണ് ആവശ്യമായി വരുന്നത്, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്ക്. എന്തൊക്കെ ഡാറ്റകൾ ആവശ്യമായി വരിക? പോപ്പുലേഷൻ മനസ്സിലാക്കേണ്ടി വരും അല്ലേ? എന്താ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏജ്, ജെൻഡർ, ഹെൽത്ത്, ഓരോരുത്തരും ഏത് പ്രായത്തിൽപ്പെട്ടവരാണ്, മെയിലാണോ ഫീമെയിലാണോ, പുരുഷനാണോ സ്ത്രീയാണോ, അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, അത്തരം കാര്യങ്ങളാണ് ഒന്നാമത്തെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ഇനി ലീവ്ലിഹുഡ് പറഞ്ഞാൽ എന്താ? ടൈപ്സ് ആൻഡ് ലൊക്കേഷൻ. അവിടെ ടൈപ്സ് ആൻഡ് ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. ടൈപ്സ് ആൻഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള അപകടമാണ് പറ്റിയിട്ടുള്ളത്, ഏത് തരത്തിലുള്ള ദുർബലതയാണ് ഉണ്ടായിട്ടുള്ളത്, അതാണ് ടൈപ്സ് ആൻഡ് ലൊക്കേഷൻ. ഇനി ലോക്കൽ എക്കോണമി പറഞ്ഞാൽ എന്താണ്? പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ്. അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറി, കാർഷിക മേഖലയ്ക്കും ഫിഷറിസിനും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറ്റിയിട്ടുള്ളത്. ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കൾച്ചറൽ സാംസ്കാരിക ആസ്തികൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അസസിങ് ദ വാൽനറബിലിറ്റി ഓഫ് എലമെന്റ് അറ്റ് റിസ്ക്, അതായത് ഈ ദുർബലതയുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണ്. ഇങ്ങനെയുള്ള അത്രയും കാര്യങ്ങളാണ് ഒരു വാൽനറബിലിറ്റി അസസ്മെന്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ഡാറ്റ. ഒരു ദുർബലതയെ വിലയിരുത്തുമ്പോൾ സ്വീകരിക്കേണ്ട ഡാറ്റകളാണ് ഈ പറയുന്നത്. എന്തൊക്കെ? പോപ്പുലേഷന്, ലീവ്ലിഹുഡ്, ലോക്കൽ എക്കോണമി, അഗ്രികൾച്ചർ, ബിൽഡിങ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, കൾച്ചറൽ എഫക്റ്റ്, ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്, അസസിങ് ദ വാൽനറബിലിറ്റി ഓഫ് എലമെന്റ്സ് ഓഫ് റിസ്ക്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു വാൽനറബിലിറ്റി അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എടുക്കാനുള്ളത് കപ്പാസിറ്റി അസസ്മെന്റ്. എന്താണ് കപ്പാസിറ്റി അസസ്മെന്റ് പറഞ്ഞാൽ? കപ്പാസിറ്റി അസസ്മെന്റ് എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് കപ്പാസിറ്റി അസസ്മെന്റ്. എന്താ കപ്പാസിറ്റി പറഞ്ഞാൽ? കഴിവ്. അസസ്മെന്റ് ചെയ്യാൻ വിലയിരുത്തുക, കഴിവിനെ വിലയിരുത്തുക. എങ്ങനെയാണ് കപ്പാസിറ്റി അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ ആ ഡിസാസ്റ്ററിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിനൊരു കപ്പാസിറ്റി വേണം, ഒരു കഴിവ് വേണം, ഒരു പവർ വേണം.
അന്താളിച്ച് നിൽക്കുകയല്ല വേണ്ടേ, അവിടെ നമ്മളുടെ കഴിവ് നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ആ കഴിവാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. അപ്പോൾ കപ്പാസിറ്റി അസസ്മെൻ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കപ്പാസിറ്റി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൾ സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സ് അവൈലബിൾ വിത്തിൻ എ കമ്മ്യൂണിറ്റി. അതായത് കമ്മ്യൂണിറ്റിയിൽ ലഭ്യമായിട്ടുള്ള സ്ട്രെങ്ത്തിനെയും വിഭവങ്ങളെയും താരതമ്യം ചെയ്യുകയാണ് ഇവിടെ എന്ത് കപ്പാസിറ്റി. കപ്പാസിറ്റി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൾ സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സസ് അവൈലബിൾ വിത്തിൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ ലഭ്യമായിട്ടുള്ള സ്ട്രെങ്ത്തും റിസോഴ്സും എന്ത് ചെയ്യുന്നു, ഇവിടെ കോമ്പിനേഷൻ നടത്തുക. കോമ്പിനേഷൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. Society or organization that can reduce the level of risk or the effect of a disaster. അങ്ങനെ സമൂഹവും സംഘടനകളും ചേർന്ന് ഒരു പരിധി വരെ എന്ത് റെഡ്യൂസ് ചെയ്യുന്നു, ഡിസാസ്റ്ററിൻ്റെ റിസ്കിനെ കുറയ്ക്കുന്നു. അത്തരത്തിലുള്ള റിസ്ക് കുറയ്ക്കുന്നതിനെയാണ് കപ്പാസിറ്റി അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൾ സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സസ് അവൈലബിൾ വിത്തിൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ സ്ട്രെങ്ത്തിനെയും റിസോഴ്സിനെയും തമ്മിലുള്ള താരതമ്യമാണ് കപ്പാസിറ്റി. പിന്നെന്താണ് സൊസൈറ്റി ഓർ ഓർഗനൈസേഷൻ. സൊസൈറ്റിയിലും സംഘടനയിലും എന്ത് കുറയ്ക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്, റിസ്ക്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസ്കിനെ പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കപ്പാസിറ്റി അസസ്മെൻ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ ദ കപ്പാസിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറി. കപ്പാസിറ്റി പ്രധാനമായും 2 കാറ്റഗറികളായിട്ട് അറിയപ്പെടുന്നത്. എക്കണോമിക് കപ്പാസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ദ കപ്പാസിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോവിങ് കാറ്റഗറി. 2 കാറ്റഗറി അല്ല, ഫോളോവിങ് കാറ്റഗറി എന്നാണ് പറയുന്നത്. കപ്പാസിറ്റി പ്രധാനമായും കുറച്ച് കാറ്റഗറികളുണ്ട്. ഏതൊക്കെയാണ്, എക്കണോമിക് കപ്പാസിറ്റി ഉണ്ട്, ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ട്, സോഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, നാച്ചുറൽ ആൻഡ് ക്ലൈമാറ്റിക് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലും ആ ദുരന്തത്തെ നമുക്ക് എത്രത്തോളം ഫേസ് ചെയ്യാൻ കഴിയും, എത്രത്തോളം നമുക്കതിൽ സ്ട്രെങ്ത് ഉണ്ട്, റിസോഴ്സ് ഉണ്ട് എന്നിവ കമ്പയർ ചെയ്യുന്നതിനെയാണ് കപ്പാസിറ്റി അസസ്മെൻ്റ് എന്ന് പറയുക. മാത്രമല്ല കപ്പാസിറ്റി അസസ്മെൻ്റ് താഴെ പറയുന്ന രീതിയിൽ പറയാം. ഏതൊക്കെ രീതിയിലാണ് കപ്പാസിറ്റി അസസ്മെൻ്റ് നടത്തുക, എക്കണോമിക് കപ്പാസിറ്റി, അതേപോലെ തന്നെ ഫിസിക്കൽ കപ്പാസിറ്റി, സോഷ്യൽ കപ്പാസിറ്റി, നാച്ചുറൽ ആൻഡ് ക്ലൈമാറ്റിക് കപ്പാസിറ്റി. ഇത്രയും രീതിയിൽ നമുക്ക് എന്തിനെ അസസ്മെൻ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്, കപ്പാസിറ്റി അസസ്മെൻ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് ടൂൾസ് ഫോർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ്. ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റിൻ്റെ ടൂളുകൾ എന്തൊക്കെ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് നടത്തുക, ഏതൊക്കെ ടൂളുകളാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഡിസാസ്റ്ററിൻ്റെ റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അതായത് ഏതൊക്കെ ടൂളുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ പ്രൊഫൈലിംഗ്, ചരിത്രപരമായിട്ടുള്ള പ്രൊഫൈലിങ്ങിലൂടെ, റിസ്ക് മാപ്പിംഗ്, അതേപോലെ തന്നെ റിസ്കിനെ കുറിച്ചൊരു മാപ്പിംഗ് ഉണ്ടാക്കുക മാപ്പിങ്ങിലൂടെ, സീസണൽ കലണ്ടർ. സീസണൽ കലണ്ടർ പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഓരോ കാലാവസ്ഥ ഏതൊക്കെ സീസണിലാണ് ഉണ്ടാവുക. മഴക്കാലം എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് ജൂൺ തൊട്ട് ഏകദേശം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം വരെയാണ് മൺസൂണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒരു മൺസൂൺ മഴക്കാലത്തെക്കുറിച്ച്, മഴക്കാലം ഏതുവരെ ഉണ്ടാകും എന്നൊരു കലണ്ടർ, മഞ്ഞുകാലം ഏതുവരെ ഉണ്ടാകും, അതേപോലെ തന്നെ വേനൽക്കാലം ഏതുവരെ ഉണ്ടാവും, അത്തരത്തിലുള്ളൊരു മാപ്പിംഗ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് കുറയ്ക്കാം എന്നാണ് പറയുന്നത്, ഡിസാസ്റ്ററിൻ്റെ റിസ്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റിസ്ക് മാപ്പിംഗ്. സീസണൽ കലണ്ടർ, ട്രാൻസക്റ്റ് വാക്ക്, അതായത് നടത്തം,
ട്രാൻസെക്റ്റ് വാക്ക് പറഞ്ഞാൽ ദുരന്തം ഉണ്ടാകുന്ന ഭാഗത്തു കൂടെ ഉള്ള നടത്തം മാറ്റാൻ. ഇപ്പം കുന്നിൻ്റെയൊക്കെ നല്ല മണ്ണിടിച്ചിന് സാധ്യതയുള്ള ഏരിയയിൽ കൂടെ പരമാവധി മഴക്കാലമായാൽ പോകാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുർഘടങ്ങൾ സംഭവിക്കുന്ന ഏരിയയിൽ കൂടെ നമ്മൾ പോകാതിരിക്കുക. അതാണ് ട്രാൻസെക്റ്റ് ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസ്, സ്ഥാപനപരമായിട്ടുള്ള ഒരു വിശകലനം നടത്തുക. ജെൻഡർ മാപ്പിംഗ്, അതേപോലെ തന്നെ സ്ത്രീ ഒരു ഗ്രാമസമൂഹത്തിലും എത്രത്തോളം സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എന്നതൊക്കെ വിലയിരുത്തുക, മാപ്പ് ചെയ്യുക. ലീവ്ലിഹുഡ് ആൻഡ് എക്സിസ്റ്റിംഗ് കോപ്പിംഗ് സ്ട്രാറ്റജി, ഉപജീവന മാർഗവും നിലവിലുള്ള നേരിടൽ തന്ത്രങ്ങളും. നമുക്ക് ഈ ഒരു അതായത് സീസണിലാണല്ലോ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ സീസൺ വരുമ്പോഴേക്കും നമുക്ക് ജീവനോപാധി കണ്ടെത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അതാണ് ലിവ്ലിഹുഡ് ആൻഡ് എക്സിസ്റ്റിംഗ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അതേപോലെ ഡിസാസ്റ്റർ റാങ്കിങ്, ദുരന്തത്തെ റാങ്ക് ചെയ്യുക. ഏതൊക്കെ തരത്തിലാണ് ദുരന്തങ്ങൾ ഉണ്ടാവുക, ഏതൊക്കെ കാലഘട്ടത്തിലാണ്, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യാൻ ഓർഡർ ആക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൂൾസ് ഫോർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. ടൂൾസ് ഫോർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനാണ്? ഹിസ്റ്റോറിക്കൽ പ്രൊഫൈലിംഗ് ചെയ്യുക, റിസ്ക് മാപ്പിംഗ് ചെയ്യുക, സീസണൽ കലണ്ടർ ഉണ്ടാക്കുക, ട്രാൻസെക്റ്റ് വാക്ക് ഉണ്ടാക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസ് ചെയ്യുക, ജെൻഡർ മാപ്പിംഗ് ചെയ്യുക, ലീവ്ലിഹുഡ് ആൻഡ് എക്സൈറ്റിംഗ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ചെയ്യുക, ഡിസാസ്റ്റർ റാങ്കിങ് ചെയ്യുക. ഇതൊക്കെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ടൂൾസ് ഫോർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത്, അതായത് ഒരു ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ കുറിച്ച് ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഒരു ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാർട്ട്. ഈ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലുണ്ട്, ലോക്കൽ ലെവലുണ്ട്, അർബൺ ലെവലുണ്ട്, റൂറൽ ഉണ്ട്. അതിൽ ഇവിടെ ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ റൂറൽ ലെവലിൽ എങ്ങനെയൊക്കെയാണ് വരിക? ഗ്രാമീണം, ഡിസ്ട്രിക്ട്, ലോക്കല്, അർബണ്, അതേപോലെ തന്നെ റൂറൽ. പിന്നെ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ വരും? ഡിസ്ട്രിക്ട് വരും, ലോക്കൽ വരും, അർബൺ വരും, റൂറൽ വരും. പിന്നെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റി, അർബൻ ലോക്കൽ ബോഡി, ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്ത്, സിറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ്. ഈ മുനിസിപ്പാലിറ്റീനെയും അർബൻ ലോക്കൽ ബോഡീസിനെയും ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെ? സിറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും NGOയും CBOSും CSOSും അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മ്യൂണിറ്റി അറ്റ് വാർഡ് ലെവലുമാണ് ഈ മുനിസിപ്പാലിറ്റിയെയും അർബൻ ലോക്കൽ ബോഡീസിനെയും ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും മാനേജ് ചെയ്യുക. എന്നാൽ ഡിസ്ട്രിക്ട് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്തുകളെ മാനേജ് ചെയ്യുക ആരാണ്? വില്ലേജ് പഞ്ചായത്താണ്. വില്ലേജ് പഞ്ചായത്ത് അറിയുമ്പോൾ ഏതൊക്കെ വരാം? വില്ലേജ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് വില്ലേജ് പഞ്ചായത്ത്. വില്ലേജ് പഞ്ചായത്തിൽ വരുന്ന മറ്റ് സംഘടനകളാണ് NGOs, CBOS, CSOS, SHCOs, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിറ്റീസ് ഇൻ വില്ലേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വില്ലേജ് പഞ്ചായത്തിനെ സഹായിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ. അപ്പോൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട് ആ ഒരു ചാർട്ട്. ആ ചാർട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ലോക്കൽ വരാം, അർബൺ വരാം, റൂറൽ വരാം. അർബൺ ആയിരിക്കുമ്പോൾ ഏതൊക്കെ? മുനിസിപ്പാലിറ്റി, അർബൻ ലോക്കൽ ബോഡി, ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്. അവരെ കൺട്രോൾ ചെയ്യാൻ 2 ടീമുണ്ട്. സിറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, NGOs, CBOs, CSOs, അതർ സ്റ്റേറ്റ് ഹോൾഡേഴ്സ് കമ്മ്യൂണിറ്റി അറ്റ് വാർഡ് ലെവൽ. കമ്മ്യൂണിറ്റി അറ്റ് വാർഡ് ലെവലുണ്ട്. ഇനി ഡിസ്ട്രിക്ട് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്തിനെ കൺട്രോൾ ചെയ്യുന്നത് വില്ലേജ് പഞ്ചായത്താണ്. ഇനി വില്ലേജ് പഞ്ചായത്തിനെ കൺട്രോൾ ചെയ്യാൻ വില്ലേജ് ഡിസാസ്റ്റർ മാനേജ് കമ്മിറ്റി ഉണ്ട്. പിന്നെ ഒരുപാട് സംഘടനകളുണ്ട്. NGOs, CBOs, CSOs,
FHCF, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിറ്റീസ് ഇൻ വില്ലേജ്. ഇതിനെയാണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ 2 ടോപ്പിക്കും കൂടി എടുക്കാനുണ്ട്. അതൊരു FA ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകൾ ഏതൊക്കെയെന്നാണ്. അതിൽ CBDM പ്ലാൻ ഇൻ പ്രീ ഡിസാസ്റ്റർ ഫേസും ഉണ്ട്, ഡ്യൂറിങ് ഡിസാസ്റ്ററും ഉണ്ട്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസും ഉണ്ട്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പം നമുക്കത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്കാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകൾ ഏതൊക്കെയെന്നാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ടീച്ചർ പോയിൻറ്റ്സുകളാണ് ഒക്കെ എഴുതിയിട്ടിട്ടുള്ളത്. ഇത് ഓരോന്നും എന്താ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അപ്പോൾ നിങ്ങളെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതിൽ നോക്കി ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും വേണ്ട. ഇത് നിങ്ങൾക്കൊരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം എഴുതിയിട്ടാൽ മതി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പോയിൻറ്റ്സുകൾ നന്നായി പഠിച്ചാൽ മതി. എപ്പോഴും നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ടും പോയിൻറ്റ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പോയിൻറ്റുകൾ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. എല്ലാ പോയിൻറ്റും ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാന് പ്രധാനമായും 3 പ്ലാനാണുള്ളത്. CBDM പ്ലാൻ ഇൻ പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡ്യൂറിങ് ഡിസാസ്റ്റർ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. അങ്ങനെ 3 പ്ലാനുകളായിട്ടാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ത് ചെയ്തിട്ടുള്ളത്, രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാന് രൂപം കൊടുത്തിട്ടുള്ളത് 3 പ്ലാനുകളിലൂടെയാണ്. ഏതൊക്കെ പ്ലാനുകളിലൂടെയാണ്? CBDM പ്ലാൻ ഇൻ പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡ്യൂറിങ് ഡിസാസ്റ്റർ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. അതിൽ നമുക്ക് CBDM പ്ലാൻ ഇൻ പ്രീ ഡിസാസ്റ്റർ ഫേസ് ഏതൊക്കെ നോക്കാം. അത് നമുക്ക് ABCD 4 പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റിനെ എടുത്തെഴുതിയതാണ് CBDM പ്ലാൻ ഇൻ പ്രീ ഡിസാസ്റ്റർ ഫേസ്. അതിൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷനും, സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് റിസോഴ്സസും, റിസ്ക് ആൻഡ് വാലറബിലിറ്റി അസസ്മെൻറ്റും, ഫോർമുലേഷൻ ഓഫ് പ്രിപ്പയർഡ്നെസ് പ്ലാനും. ഇത്രയും കാര്യങ്ങളാണ് CBDM പ്ലാൻ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിച്ചോളൂ. CBDM പ്ലാൻ പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കമ്മ്യൂണിറ്റി അധിഷ്ഠിത ദുരന്ത നിവാരണ പദ്ധതി. അതിൽ ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിലെ CBDM പദ്ധതി. CBDM പ്ലാൻ ഇൻ പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിലെ, ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പുള്ള പദ്ധതികളെ കുറിച്ചാണ് ആദ്യം നമ്മളിവിടെ വിലയിരുത്തുന്നത്. അത് ഏതൊക്കെ രീതിയിലുണ്ട്? CBDM പ്ലാൻ ഇൻ പ്രീ ഡിസാസ്റ്റർ ഫേസ് പറഞ്ഞാൽ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്ലാനുകൾ. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്ലാൻ, ആസൂത്രണം നൽകുന്നത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ 4 രീതിയിലൂടെയാണ് ദുരന്തത്തിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാനുകൾ രൂപം കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ. എന്താണ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ? സമൂഹ ഓറിയന്റേഷൻ, കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ. ദ പ്ലാൻ ക്യാൻ ഹാവ് measures towards community orientation wherein the community can be briefed on the nature and effect of a disaster and their vulnerability. കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ദുരന്തത്തിൻ്റെ സ്വഭാവത്തെയും ഫലത്തെയും അവയുടെ ദുർബലതകളെയും കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന തരത്തിൽ പദ്ധതിയിൽ സമൂഹ ഓറിയന്റേഷൻ സംബന്ധിച്ച നടപടികൾ ഉണ്ടായിരിക്കാം. ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ എന്നാണ്, അത്രയേ ഉള്ളൂ. ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നടപടികളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അവരിലേക്കൊരു കൊടുക്കുക, ഒരു അവബോധം, അവർക്കൊരു അറിവ് കൊടുക്കുക. അങ്ങനെ അറിവ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ. അപ്പോൾ ഇവിടെ CBDM പ്ലാനിൻ്റെ പ്രീ ഡിസാസ്റ്റർ ഫേസ് പറഞ്ഞാൽ എന്താ? ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്ലാനാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്.
പ്രീ ഡിസാസ്റ്റർ ഫേസ് 4 രീതിയിലാണുള്ളത്. കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ദുരന്തത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അവയുടെ ദുർബലതകളെക്കുറിച്ചും ഒക്കെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ. അടുത്തതാണ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് റിസോഴ്സ്. വിഭവങ്ങളുടെ സ്റ്റോക്ക് എന്ത് ചെയ്യുക? എടുക്കുക. സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് ദ റിസോഴ്സ് വിത്തിൻ ദെയർ വില്ലേജ് ഓർ ലൊക്കാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ്. Such stock taking of the condition of school, health centers, cyclone shelters, communication facility, condition of roads and infrastructure. അതായത് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവങ്ങളുടെ സ്റ്റോക്ക് എടുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ അവരുടെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ പ്രദേശത്തോ ഉള്ള വിഭവങ്ങളുടെ സ്റ്റോക്ക് എടുക്കൽ പ്രധാനമാണ്. സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, സൈക്ലോൺ ഷട്ടറുകൾ, ആശയവിനിമയ സൗകര്യങ്ങൾ, റോഡുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അവസ്ഥ മുതലായ അവസ്ഥയുടെ അത്തരം സ്റ്റോക്ക് എടുക്കൽ ഒരു ദുരന്തം യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സമൂഹത്തെ സഹായിക്കും. അപ്പോൾ സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങളുടെ സ്റ്റോക്ക് എടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ അവരുടെ ഗ്രാമത്തിലോ പ്രദേശത്തോ ഉള്ള വിഭവങ്ങളുടെ സ്റ്റോക്ക് എടുക്കൽ. അത് അപ്പോൾ ഒരു സ്കൂളിൽ എന്തൊക്കെ, ഇപ്പോൾ ഒരു സ്കൂളുണ്ടെങ്കിൽ നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഉച്ചഭക്ഷണമൊക്കെ ലഭ്യമാണ്. അപ്പോൾ ആ സ്കൂളിൽ എത്രത്തോളം സ്റ്റോക്കുകളുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കുക. ആരോഗ്യ കേന്ദ്രങ്ങളെ, അത് സൈക്ലോൺ ഷട്ടറുകളെ, ആശയവിനിമയ സൗകര്യങ്ങളെ, റോഡുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അവസ്ഥ, ഇതിനെയൊക്കെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. അതിനെയൊക്കെ കുറിച്ചൊരു മുൻധാരണ ഉണ്ടാക്കുന്നതിനെയാണ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള പ്ലാനിങ് ആണ് കേട്ടോ. മൂന്നാമത്തെ പ്ലാനിങ് ആണ് റിസ്ക് ആൻഡ് വാലറബിലിറ്റി അസസ്മെന്റ്. അപകട സാധ്യതയും ദുർബലതാ വിലയിരുത്തലും. റിസ്ക് ആൻഡ് വാലറബിലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തത്തിനു മുമ്പുള്ള ഘട്ടത്തിൽ ആസൂത്രണത്തിൻ്റെ മറ്റൊരു പ്രധാന വശമാണ് അപകട സാധ്യതകളും ദുർബലതാ വിലയിരുത്തലും. അപകട സാധ്യതയുള്ള ഘട്ടങ്ങൾ, അതായത് വിസ്തീർണം, ഭൗതിക ഘടനകൾ, സാമ്പത്തിക ആസ്തികൾ മുതലായവ, അപകട സാധ്യതയുള്ള ആളുകൾ, കുട്ടികൾ, സ്ത്രീകൾ, വികലാംഗർ, പ്രായമായവർ എന്നിവരെയൊക്കെ ഒരു വിലയിരുത്തൽ പ്രധാനമാണ്. അതുവഴി തയ്യാറെടുപ്പ് നടപടികൾ ഉചിതമായി ആസൂത്രണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമുക്കറിയാം ചില ഭാഗങ്ങൾ പുഴയൊക്കെ എടുത്തുള്ള താമസിക്കുന്ന ആളുകൾ, വലിയ വലിയ കുന്നിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ആളുകളെ, ആ പ്രദേശത്തേക്ക് ആളുകളെ കുറിച്ച് ഒരു കണക്ക് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ആളുകൾ ഇല്ലാതായി എന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ ഒരു കണക്ക്, ഒരു കാൽക്കുലേഷൻ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ റിസ്ക് ആൻഡ് വാലനറബിലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അപകട സാധ്യതയും ദുർബലത വിലയിരുത്തലും. അങ്ങനെ അപ്പോൾ അസസിങ് ദ റിസ്ക് ആൻഡ് വാലനറബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് പ്ലാനിങ് in the pre-disaster phase. It is important to take stock of the element at risk, area, physical structure, economic effect, and the people at risk, children, women, disabled, elderly, so that the preparedness measures are appropriately planned. ഇവിടെ എന്താണ് പറയുന്നത്? ദുർബലത വിലയിരുത്തലും ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ ആസൂത്രണത്തിൻ്റെ മറ്റൊരു പ്രധാന, അപ്പോൾ വാലനറബിലിറ്റിയെ അസസ്മെന്റ് ചെയ്യുക എന്നത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള പ്രധാന വശമാണ്. സമൂഹത്തിൻ്റെ അസാർസുകളും അതേപോലെ തന്നെ വാലനറബിലിറ്റിയും വിലയിരുത്തലും. അപകട സാധ്യതയുള്ള ഘടകങ്ങൾ, അതായത് ഏതൊക്കെ മേഖലകളിലാണ് അപകടം ഉണ്ടാവുക, അതിൻ്റെ വിസ്തീർണം, ഭൗതിക ഘടനകളെ, സാമ്പത്തിക ആസ്തികളെ, അപകട സാധ്യതയുള്ള
ആളുകളെ, കുട്ടികളെ, സ്ത്രീകളെ, വികലാംഗരെ, പ്രായമായവരെ എന്നിവരെയൊക്കെ ഒരു വിലയിരുത്തുകയും അവരുടെ കണക്കുകളും കാര്യങ്ങളും എഴുതി വെക്കുകയും അവർക്ക് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള പോംവഴികൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസ്ക് ആൻഡ് വാൽനറബിലിറ്റി അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പ്രീ ഡിസാസ്റ്റർ ഫേസിലെ 4ാമത്തെ പോയിന്റാണ് ഫോർമുലേഷൻ ഓഫ് പ്രിപ്പയർനെസ് പ്ലാൻ, തയ്യാറെടുപ്പ് പദ്ധതി രൂപീകരണം. ഫോർമുലേഷൻ ഓഫ് പ്രിപ്പയർനെസ് പ്ലാൻ, തയ്യാറെടുപ്പ് പദ്ധതി രൂപീകരണം. Formulating preparedness plan at the community level is very crucial in the pre-disaster phase. This takes into cognizance the community needs, clarifies the measures to be taken by the community before, during and after the disaster strike, give idea of resources available at various places, specifies the roles and responsibility of concerned official department, Panchayat Raj institution, NGOs, CBOs, etc. Properly prepared plan facilitates the community to effectively execute the plan. അതായത് തയ്യാറെടുപ്പ് പദ്ധതി രൂപീകരണം എന്ന് പറഞ്ഞാൽ ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ കമ്മ്യൂണിറ്റി തലത്തിൽ തയ്യാറെടുപ്പ് പദ്ധതി രൂപപ്പെടുത്തുന്നത് വളരെ നിർണായകമാണ്. ഇത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു. ദുരന്തത്തിന് മുമ്പും സമയത്തും ശേഷവും സമൂഹം സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ലഭ്യമായ വിഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയം നൽകുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, വകുപ്പുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, NGOകൾ, CBOകൾ മുതലായവയുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും വ്യക്തമാക്കുന്നു. ശരിയായി തയ്യാറാക്കിയ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ സമൂഹത്തെ സഹായിക്കുന്നു. അപ്പോൾ ഒരു ഫോർമുലേഷൻ ഓഫ് പ്രിപ്പയർനെസ് പ്ലാൻ പറഞ്ഞാൽ എന്താ? ഒരു പ്ലാന് തയ്യാറാക്കുക. അതായത് ഇതൊക്കെ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു പ്ലാന് തയ്യാറാക്കുമ്പോൾ ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ കമ്മ്യൂണിറ്റി തലത്തിൻ്റെ തയ്യാറെടുപ്പ് പദ്ധതി രൂപപ്പെടുത്തുന്നത് വളരെ നിർണായകമാണ്. ഇത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ദുരന്തത്തിന് മുമ്പും സമയത്തും ശേഷവും സമൂഹം സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ലഭ്യമായ വിഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയം നൽകുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, വകുപ്പുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, NGOകൾ, CBOകൾ മുതലായ റോളുകളുടെ ഉത്തരവാദിത്തങ്ങളും വ്യക്തമാക്കുന്നു. അതിന് ശരിയായി തയ്യാറാക്കിയ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ സമൂഹത്തെ സഹായിക്കുന്നു. അതാണ് ഫോർമുലേഷൻ ഓഫ് പ്രിപ്പയർനെസ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് ഡ്യൂറിങ് ഡിസാസ്റ്റർ. ദുരന്ത സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദുരന്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്യണം? ഓർഗനൈസേഷൻ, സെർച്ച്, അതേപോലെ തന്നെ റെസ്ക്യൂ, പിന്നെ ഇവോക്കേഷൻ ആക്ടിവിറ്റീസ്, പിന്നെ എന്താ പറയുന്നത്? പ്രൊവൈഡിങ് ഷെൽട്ടർ ടു പീപ്പിൾ ആൻഡ് ലൈവ് സ്റ്റോക്ക്, ഡെബറീസ് ക്ലിയറൻസ് ആൻഡ് ഡെഡ് ബോഡി ഐഡൻറ്റിഫിക്കേഷൻ, ഡാമേജ് അസസ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂറിങ് ഡിസാസ്റ്റർ. ഡ്യൂറിങ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദുരന്തം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട നടപടികൾ. അതിൽ ആദ്യത്തെ പോയിന്റ് ആയിരുന്നു എന്ത്? ഓർഗനൈസിങ് സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഇവാക്വേഷൻ ആക്ടിവിറ്റി. തിരച്ചില്, രക്ഷാപ്രവർത്തനം, ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ. ഓർഗനൈസിങ് സെർച്ച്, എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യുക? തെരച്ചിൽ നടത്തുക. പിന്നെ റെസ്ക്യൂ, രക്ഷാപ്രവർത്തനം. എവോക്കേഷൻ ആക്ടിവിറ്റി പറഞ്ഞാൽ എന്താണ്? അതായത് ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ. ഇതൊക്കെ നേതൃത്വം കൊടുക്കുക എന്നതാണ് ഡ്യൂറിങ് ഡിസാസ്റ്ററിൽ വരുന്ന കാര്യം. ദുരന്ത ബാധിതരെ തിരിച്ചറിയാൻ, അവരെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കാൻ, പ്രഥമ ശുശ്രൂഷ നൽകാൻ, ദുരിതാശ്വാസ വിതരണം, ഒഴിപ്പിക്കൽ പദ്ധതി തുടങ്ങിയൊക്കെ ഏതിൽ പെടും? ഈ ഒരു പോയിന്റിൽ വരും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അതായത്
തിരച്ചില്, രക്ഷാപ്രവർത്തനം, ഒഴിപ്പിക്കൽ പ്രവർത്തനം സംഘടിപ്പിക്കല്, ദുരന്തബാധിതരെ തിരിച്ചറിയല്, അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കല്, പ്രഥമ ശുശ്രൂഷ നൽകല്, ദുരിതാശ്വാസ വിതരണം, ഒഴിപ്പിക്കൽ പദ്ധതി പാലിക്കൽ തുടങ്ങിയൊക്കെ ഏതിൽ പെടുന്ന പറയുന്നത് ഓർഗനൈസേഷൻ സെർച്ച്, റെസ്ക്യൂ ആൻഡ് എവാക്യുവേഷൻ ആക്ടിവിറ്റിയിൽ വരും കേട്ടോ. അടുത്തതാണ് പ്രൊവൈഡിങ് ഷെൽട്ടർ ടു പീപ്പിൾ ആൻഡ് ലൈഫ് സ്റ്റോക്ക്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കും കന്നുകാലികൾക്കും അഭയം നൽകൽ, അഭയസ്ഥാനം. അതായത് ആളുകളെയും അതേപോലെ തന്നെ കന്നുകാലികളേനൊക്കെ ജീവജാലങ്ങളേനൊക്കെ ആളുകളെയും കന്നുകാലികളെയും മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു സ്ഥലത്തേക്ക് മാറ്റിയ ജലവിതരണം, ശുചിത്വം, അടുക്കള, മൃഗങ്ങൾക്കുള്ള കാലിത്തീറ്റ, വൈദ്യസേവനങ്ങളെ, പ്രഥമ ശുശ്രൂഷ മുതലായ ഉൾപ്പെടെയുള്ള ഷെൽട്ടറിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് ക്രമീകരണങ്ങൾക്കായി ഈ പദ്ധതി തയ്യാറാക്കണം. അപ്പോൾ അതായത് എന്ത് ദുരന്തം ഉണ്ടായാലും ആളുകളെയും മറ്റ് കന്നുകാലികളേനൊക്കെ അവരേനെ പെട്ടെന്ന് മാറ്റി പാർപ്പിക്കുക, അവർക്ക് വേണ്ട കന്നുകാലികൾക്ക് വേണ്ട ഭക്ഷണവും കാലിത്തീറ്റയും എത്തിച്ചു കൊടുക്കാനുള്ളൊരു സൗകര്യം ഒരുക്കുക, ആളുകൾക്ക് വേണ്ട ശുദ്ധജലവും മെഡിക്കൽ ഫെസിലിറ്റി, വൈദ്യസേവനങ്ങളും പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ദ ഡിസാസ്റ്ററിലെ പ്രൊവൈഡിങ് ഷെൽട്ടർ ടു പീപ്പിൾ ആൻഡ് ലൈഫ് സ്റ്റോക്കിൽ പറയുന്നത്. അടുത്ത പോയിന്റാണ് ഡിബറീസ് ക്ലിയറൻസ് ആൻഡ് ഡെഡ് ബോഡി ഐഡന്റിഫിക്കേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലും മൃതദേഹം തിരിച്ചറിയലും. ഡിബറി ക്ലിയറൻസ് ആൻഡ് ഡെഡ് ബോഡി ഐഡന്റിഫിക്കേഷൻ. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക. അത് എപ്പോൾ വേണ്ട കാര്യമാണ്? ഒരു ദുരന്തം നടക്കുമ്പോൾ വേണ്ട കാര്യം അവിടെ പറയണത്. ക്ലിയറിംഗ് ഓഫ് ഡിബറി ഫ്രം കൊളാപ്സ്ഡ് ബിൽഡിംഗ്, ബ്രിഡ്ജ്, ട്രീ, അതർ സ്ട്രക്ചേഴ്സ്. അതായത് ഇവിടെ പറയുന്നു തകർന്ന കെട്ടിടങ്ങൾ, പാലങ്ങൾ, മരങ്ങൾ, മറ്റു ഘടനകൾ എന്നിവയിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും മരിച്ച മനുഷ്യരെയും കന്നുകാലികളെയും സംസ്കരിക്കുന്നതും ദുരന്തഘട്ടത്തിൽ പ്രധാന ആശങ്കയാണ്. ക്ലിയറിംഗ് ഓഫ് ഡെബറി ഫ്രം collapsed building, bridge, trees and other structures and disposing of dead human and livestock is a major concern in the during disaster phase. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലും മൃതദേഹങ്ങൾ തിരിച്ചറിയലും അതേപോലെ തന്നെ തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ നിന്നും പാലങ്ങൾക്കടിയിൽ നിന്നും അതേപോലെ മരങ്ങളുടെ അടിയിൽ നിന്നൊക്കെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് മരിച്ച മനുഷ്യരെയും കന്നുകാലികളെയൊക്കെ വലിച്ചെടുക്കും, അതിനെ സംസ്കരിക്കുന്നതും ദുരന്തഘട്ടത്തിൽ ഒരു പ്രധാന ആശങ്കയാണ്. മാത്രമല്ല രോഗവ്യാപനം കൂടുതലും ആരോഗ്യ പാരിസ്ഥിതിക ആഘാതങ്ങളും നിയന്ത്രിക്കണമെങ്കിൽ ഇത് ഉചിതമായി ആസൂത്രണം ചെയ്യണം. കാരണം എത്രയോ ദിവസങ്ങളോളം ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലൊക്കെ ഈ കെട്ടിടത്തിൻ്റെ അടിയിലൊക്കെ ആളുകൾ കടന്ന് ചീഞ്ഞളിഞ്ഞാലൊക്കെ അതിൽ നിന്നൊക്കെ ദുർഗന്ധവും പല രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമായി പ്ലാൻഡ് ആയിട്ട് ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീബറി ക്ലിയറൻസ് ആൻഡ് ഡെഡ് ബോഡി ഐഡന്റിഫിക്കേഷൻ എന്ന പോയിന്റിൽ പറയുന്നത്. ഇതൊക്കെ ഏതിൽ വരുന്നതാ? ഡ്യൂറിങ് ഡിസാസ്റ്ററിൽ, ദുരന്തം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തിൽ പറയുന്നതാട്ടോ. അടുത്തതാണ് ഡാമേജ് അസസ്മെന്റ്. ഡാമേജ് അസസ്മെന്റ് പറഞ്ഞാൽ എന്താ? നാശനഷ്ടങ്ങൾ വിലയിരുത്തൽ. നാശനഷ്ടങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? ഒരു ദുരന്തമുണ്ടായാൽ ഉടനടി നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നത് വേഗത്തിലുള്ള അടിയന്തര സഹായത്തിനും സഹായിക്കുന്നു. വീടുകളുടെ എണ്ണം, ജനസംഖ്യ, കന്നുകാലികൾ, അതേപോലെ തന്നെ മുതലായ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യണം? എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അസസ്മെൻറ്റ് ചെയ്യണം. അസസിങ് ഡാമേജ് ഇമീഡിയറ്റ്ലി ഓൺ ദ ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റർ ഫെസിലിറ്റി, കിക്ക് എമർജൻസി റിലീഫ്. This is to be done with reference to the number of household, population, livestock area affected. അതായത് നാശനഷ്ടങ്ങൾ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ദുരന്തമുണ്ടായാൽ ഉടനടി നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നത് വേഗത്തിലുള്ള അടിയന്തര സഹായത്തിനും സഹായിക്കുന്നു. ഒരു ദുരന്തമുണ്ടായാൽ ഉടനടി നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നത് വേഗത്തിലുള്ള സഹായത്തിന് സഹായിക്കും. എത്ര വീടുകളുണ്ട്, എത്ര ജനസംഖ്യയുണ്ട്, എത്ര കന്നുകാലികളുണ്ട്, ഇത്തരത്തിലുള്ള ദുരന്തം ബാധിച്ച പ്രദേശം തുടങ്ങിയൊക്കെ ഒന്ന് അവിടെയൊക്കെ എന്തൊക്കെ അസസ്മെൻ്റ് ആണ്, എന്തൊക്കെ ഡാമേജാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വിലയിരുത്തുന്നതിലൂടെ
വിലയിരുത്തുക എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡാമേജ് അസസ്മെന്റ്. ഇതൊക്കെ ഈ ഡാമേജ് അസസ്മെന്റ് ഒക്കെ ഏതിൽ വരുന്നതാ? ഡ്യൂറിങ് ഡിസാസ്റ്ററിൽ വരുന്നതാണ് കേട്ടോ. അടുത്തതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ദുരന്താനന്തര ഘട്ടം, ദുരന്തം നടന്നതിന് ശേഷമുള്ള ഘട്ടം. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടമാണ് ഏത്? CBDM പ്ലാനിങ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. അപ്പം എന്തൊക്കെ ചെയ്യേണ്ടത് എന്നാണ് ഈ 4 പോയിന്റ്. പിന്നെ പറയുന്നത് ഡ്യൂറിങ് ഡിസാസ്റ്റർ, ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതാണ് ഈ 4 പോയിന്റ്. ഇനി പറയുന്നത് എന്താണ്? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് പറഞ്ഞാൽ എന്താ? ദുരന്തം ഉണ്ടായതിന് ശേഷം എന്തൊക്കെ പദ്ധതികളാണ്? ദുരന്താനന്തര ഘട്ടം, ദുരന്തം ഉണ്ടായ ടൈമിലല്ല, ദുരന്തം ഉണ്ടായതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ പറയുന്നത്. അത് പ്രധാനമായും 4 രീതിയിലാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ഡാമേജ് അസസ്മെന്റ്, പ്രിപ്പറേഷൻ ഓഫ് റീഹാബിറ്റേഷൻ പ്ലാന്, സോഷ്യൽ റീഹാബിറ്റേഷൻ, മോണിറ്ററിംഗ് ഓഫ് CBDM. അപ്പോൾ കുട്ടികളെ, ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ, ദുരന്തം ഉണ്ടായതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ പറയുന്നത്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ എന്താണ് പറയുന്നത്? ദുരന്തം ഉണ്ടായതിന് ശേഷം എന്തൊക്കെ ചെയ്യണം? ഡീറ്റെയിൽഡ് ഡാമേജ് അസസ്മെന്റ്, എല്ലാ ഡാമേജ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഡീറ്റെയിൽസ് വിലയിരുത്തണം. പ്രിപ്പറേഷൻ ഓഫ് റീഹാബിറ്റേഷൻ പ്ലാൻ, പുനരധിവാസ പദ്ധതി തയ്യാറാക്കണം. സോഷ്യൽ റീഹാബിറ്റേഷൻ, സാമൂഹിക പുനരധിവാസം നടത്തണം. മോണിറ്ററിംഗ് ഓഫ് CBDM, CBDMന്റെ നിരീക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് ദുരന്തം ഉണ്ടായതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അതിൽ ഡീറ്റെയിൽഡ് ഡാമേജ് അസസ്മെന്റ് എന്താ നോക്കാം. നാശനഷ്ടങ്ങളെ വിലയിരുത്തൽ. അതായത് അണ്ടർടേക്കിംഗ് എ ഡീറ്റെയിൽഡ് ഡാമേജ് അസസ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ദുരന്താനന്തര ഘട്ടത്തിൽ വിശദമായ നാശനഷ്ടം വിലയിരുത്തൽ വളരെ പ്രധാനമാണ്. ആസ് ദിസ് helpful to know the magnitude of loss both in terms of lives and other damage like infrastructure damage to crops and estimated value. കാരണം ഇത് ജീവഹാനിയുടെ വ്യാപ്തിയും അടിസ്ഥാന സൗകര്യങ്ങൾ, വിളകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ, കണക്കാക്കിയ മൂല്യം തുടങ്ങിയ മറ്റ് നാശനഷ്ടങ്ങളും അറിയാൻ സഹായകമാണ്. അപ്പോൾ ദുരന്തം ഉണ്ടായതിനു ശേഷം ഡാമേജിനെ വിലയിരുത്തുന്നത് വളരെ പ്രധാനമാണ്. ദുരന്തം ഉണ്ടായതിനു ശേഷം ഡാമേജിനെ വിലയിരുത്തുന്നത് വളരെ പ്രധാനമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് ജീവഹാനിയുടെ വ്യാപ്തിയും അടിസ്ഥാന സൗകര്യങ്ങൾ, വിളകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ തുടങ്ങിയവയൊക്കെ അറിയാൻ സഹായകമാകും. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ഡാമേജ് അസസ്മെന്റ് എന്ന് പറയാനുള്ള കാരണം. വിശദമായ നാശനഷ്ട വിലയിരുത്തൽ. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ വിലയിരുത്തൽ നടത്തണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും? ജീവഹാനിയുടെ വ്യാപ്തി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെല്ലാം തകർന്നിട്ടുണ്ട്, വിളകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഏതിലൂടെ സാധിക്കും? ഡീറ്റെയിൽഡ് ഡാമേജ് അസസ്മെന്റിലൂടെ സാധിക്കും. അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് റീഹാബിറ്റേഷൻ, പുനരധിവാസ പദ്ധതി തയ്യാറാക്കൽ. പുനരധിവാസ പദ്ധതി തയ്യാറാക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോവിംഗ് അപ്പ് എ കമ്പാരൻസീവ് എക്കണോമിക് റീഹാബിറ്റേഷൻ പ്ലാൻ ഈസ് നെസസറി. സമഗ്രമായൊരു സാമ്പത്തിക പുനരധിവാസ പദ്ധതി തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. സമഗ്രമായ ഒരു സാമ്പത്തിക പുനരധിവാസ പദ്ധതി തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല പിന്നെന്താണ്? വിച്ച് ക്യാൻ ഇൻക്ലൂഡ് മെഷേഴ്സ് ഫോർ റീസ്റ്റോറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ത്രൂ നെസസറി ഇൻപുട്ട്, റീഹാബിറ്റേഷൻ ഓഫ് ആർട്ടിസൻസ്, മാർജിനൽ സ്മാൾ സ്കെയിൽ ആൻഡ് ബിസിനസ് പീപ്പിൾ, ദോസ് pursuing other occupation, replacement of cattle, agricultural and other equipment, boats, fisheries, etc. അപ്പോൾ പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രമായൊരു സാമ്പത്തിക പുനരധിവാസ പദ്ധതി തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലാവശ്യമായ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ,
കരകൗശല തൊഴിലാളികൾ, നാമമാത്ര ചെറുകിട ബിസിനസ്സുകാർ, മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ, കന്നുകാലി വളർത്തുന്നവരെ, കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവരെ, മറ്റു ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവരെ, ബോട്ടുകൾ ഉടമകൾ, മത്സ്യബന്ധന വലകൾ നിർമ്മിക്കുന്നവരെ, ഇവരുടെയൊക്കെ പുനരധിവാസം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് പുനരധിവാസ പദ്ധതി തയ്യാറാക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏത് ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാലും റീഹാബിറ്റേഷൻ ഫെസിലിറ്റി അലൗഡ് ചെയ്യണം. ആ റീഹാബിറ്റേഷൻ ഫെസിലിറ്റിയിലൂടെ വീണ്ടും അവരെ പുനർനിർമ്മിക്കുക, വീണ്ടും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് റീഹാബിറ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റാണ് സോഷ്യൽ റീഹാബിറ്റേഷൻ, സാമൂഹിക പുനരധിവാസം. സാമൂഹിക പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താ? ദ പോസ്റ്റ് ഡിസാസ്റ്റർ പ്ലാൻ should ensure social rehabilitation through strengthening of existing health centers, school, Anganwadis, community centers, vocational training centers, psychological counseling to the affected to enable them get back their normal routine. സാമൂഹിക പുനരധിവാസം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, കമ്മ്യൂണിറ്റി സെൻ്ററുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മനഃശാസ്ത്ര കൗൺസിലിംഗ് എന്നിവ ശക്തിപ്പെടുത്തുന്നതിലൂടെയും ദുരിതബാധിതരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രാപ്തമാക്കുന്നതിലൂടെയും ദുരന്താനന്തര പദ്ധതി സാമൂഹിക പുനരധിവാസം ഉറപ്പാക്കണം. അപ്പോൾ നിലവിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ, സ്കൂളുകളെ, അംഗനവാടികളെ, കമ്മ്യൂണിറ്റി സെൻ്ററുകളെ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളെ, മനഃശാസ്ത്ര കൗൺസിലിംഗ് സെൻ്ററുകൾ എന്നിവയൊക്കെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും അതേപോലെ തന്നെ ദുരന്തബാധിതരെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രാപ്തമാക്കുന്നതിലൂടെയും ഏത് പദ്ധതി വളരെയധികം എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്? സാമൂഹിക പുനരധിവാസം വളരെയധികം ആളുകൾക്ക് എഫക്റ്റീവായി തീരും. അപ്പോൾ സാമൂഹിക പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മനഃശാസ്ത്ര കൗൺസിലിംഗ് എന്നിവയൊക്കെ ശക്തിപ്പെടുത്തുക. അതേപോലെ തന്നെ ദുരന്തബാധിതരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രാപ്തമാക്കുന്നതിലൂടെയും അതേപോലെ അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതിലൂടെയും ഒക്കെ അവർ സാമൂഹികമായിട്ടുള്ളൊരു നമ്മൾ അവരൊപ്പമുണ്ട്, അവർക്ക് ഇനി എല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കും, ആ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മനസ്സിന് ധൈര്യം കൊടുത്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വീണ്ടും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ റീഹാബിറ്റേഷൻ. അടുത്തതാണ് മോണിറ്ററിംഗ് ഓഫ് CBDM. CBDMൻ്റെ നിരീക്ഷണം, അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ വരുന്നതാണ് മോണിറ്ററിംഗ് ഓഫ് CBDM. CBDM എന്ന് പറഞ്ഞാൽ it is important to build an appropriate monitoring and evaluation mechanism in community-based disaster management program. This is needed to facilitate proper utilization and implementation of resources. സാമൂഹിക അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ പരിപാടിയിൽ ഉചിതമായൊരു നിരീക്ഷണ മൂല്യനിർണ്ണയം സംവിധാനം കെട്ടിപ്പടുക്കേണ്ടത് പ്രധാനമാണ്. വിഭവങ്ങളുടെ ശരിയായ വിനിയോഗവും നടപ്പാക്കലും സുഗമമാക്കുന്നതിന് ഇത് അത്യാവശ്യമാണ്. It is important to build an appropriate monitoring and evaluation mechanism in community. അതായത് സാമൂഹ്യ അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ പരിപാടിയിൽ ഉചിതമായ ഒരു നിരീക്ഷണ മൂല്യനിർണ്ണയ സംവിധാനം കെട്ടിപ്പടുക്കേണ്ടത് പ്രധാനമാണ്. സാമൂഹിക അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ പരിപാടിയിൽ ഉചിതമായൊരു നിരീക്ഷണ മൂല്യനിർണ്ണയ സംവിധാനം മോണിറ്ററിംഗ് സംവിധാനം കെട്ടിപ്പടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനെ വിഭവങ്ങളുടെ ശരിയായ വിനിയോഗവും നടപ്പാക്കലും സുഗമമാക്കുന്നതിന് ഇത് ആവശ്യമാണ്. ഇതാണ് മോണിറ്ററിംഗ് ഓഫ് CBDM എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 13ാമത്തെ യൂണിറ്റിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ 13ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റ്സ് എങ്കിലും എഴുതണം. ഈ പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. CBDM പ്ലാനിങ് പ്രീ ഡിസാസ്റ്റർ ഫേസ് ഉണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസ് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്ലാനിങ്.
ഡ്യൂറിങ് ഡിസാസ്റ്റർ പറഞ്ഞാൽ ദുരന്തം ഉണ്ടായ സമയത്തുള്ള പ്ലാനിങ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് പറഞ്ഞാൽ ദുരന്തം ഉണ്ടായതിന് ശേഷമുള്ള പ്ലാനിങ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. മെറ്റീരിയൽ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരുന്നു. ഇനി നമ്മൾക്ക് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ബുക്കിലെ 2 യൂണിറ്റും കൂടിയാണ് എടുക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.